ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിലെ വളരെ വലിയൊരു വിചാരണ. ആപ്കെ അദാലത്ത് രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജനങ്ങൾ സങ്കടപ്പെടുമ്പോൾ, അവർ തളർന്നു പോകുമ്പോൾ ഇദ്ദേഹം ജനങ്ങളെ ചിരിപ്പിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം വൺ ആൻഡ് ഓൺലി കോമഡിയുടെ രാജാവ് കപിൽ ശർമ്മ. നമസ്കാരം. 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 താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കയ്യടികൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ജഡ്ജിയെ വിളിക്കാൻ പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ ന്യായാധിപൻ പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനും കൂടിയാണ്. റൈറ്ററാണ്, ഒളിമ്പിയനാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജാ രൺധീർ സിംഗിനെ. ആപ്കെ അദാലത്തിൽ കുറ്റം ചുമത്തപ്പെട്ട വ്യക്തിയും ജഡ്ജിയുമുണ്ട്. അമ്മേ ദേവി നീതി ദേവതേ, നീതി തരേണമേ. ഇവിടെ കരുണയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊരു കോർട്ടിന്റെ സെറ്റപ്പാണ്. പോരാത്തതിന് ഇതിനാണെങ്കിൽ വലിയ വലിയ ആളുകളുടെ ഫോട്ടോയും ഉണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഈ സെറ്റപ്പ് തന്നെ ശരിക്കും പേടിപ്പെടുത്തുന്നതാ സാർ. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ന്യായാധിപന്റെ അനുവാദം ആവശ്യമാണ്. അത് ചോദിക്കാം. പ്ലീസ് തുടങ്ങിക്കോളൂ. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കെ അദാലത്തിൽ കപിൽ ശർമ്മയുടെ പേരിലുള്ള കുറ്റം ഇതാണ്. ആപ്കെ അദാലത്തിൽ കോമഡിയുടെ രാജാവ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇതാണ്. സിനിമയോടുള്ള ഇദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം. കപിൽ, ടിവിയാണ് താങ്കളെ ഇത്രയും വലിയ സ്റ്റാർ ആക്കിയത്. ലോകം മുഴുവനും താങ്കൾ പ്രശസ്തനുമായി. എത്ര പേർ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ താങ്കളോ ടിവി ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും സിനിമയിലേക്കാണല്ലോ പോകുന്നത്. സിനിമ എന്ന ആ പ്രേതം താങ്കളെ മുംബൈയിൽ വന്നതിന് ശേഷമാണോ പിടിച്ചത്, ഇല്ല അമൃത്സർസിൽ വെച്ച് തന്നെ പിടിച്ചോ? ഹലോ മാഡം. സാർ, ഞാൻ അമൃത്സറിലായിരുന്നപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാനൊരു സിംഗറായിട്ട് അറിയപ്പെടുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ വന്നപ്പോൾ ദാദർ എക്സ്പ്രസ്സിൽ വന്ന സമയത്ത് 72 സീറ്റർ ബോഗിയില്ലേ ട്രെയിൻ കമ്പാർട്ട്മെന്റ്, അതിനകത്തുണ്ടായിരുന്ന 69 പേരും സിംഗേഴ്സ് ആയിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു. നീ എങ്ങോട്ടാ പോകുന്നു ചോദിച്ചപ്പോ ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് പോവാണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ അതിന് മാത്രം സിംഗേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ ടാലന്റിന് ഒരു കുറവുമില്ല. അതായത് സാർ, ഞാൻ ഈ ടിവിയിലെ ഷോയൊക്കെ ചെയ്ത് ആളുകൾ എന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോ അതിന്റെ പുറകെ തന്നെ സിനിമയും എന്നെ തേടി വന്നു. ആ സിനിമയിൽ 4 ഹീറോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനാകെ വണ്ടടിച്ചിരുന്നു. സത്യം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ ഹീറോയിൻസിനെയൊക്കെ നമ്മൾ കാണാറില്ലേ, അതായത് നമ്മുടെ ഷോയിൽ വന്ന് നമ്മോടൊപ്പം സമയം ചെലവഴിച്ച് അവർ ശരിക്കും അടിച്ചു പൊളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പടത്തിൽ 4 ഹീറോയിൻസ്. പക്ഷെ അതിനുശേഷം എനിക്ക് കിട്ടിയ പടത്തിൽ ഒരു ഹീറോയിനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു. ചെറിയ പിള്ളേരെ നോക്കുന്നതാണ് ഇതിലും ബെസ്റ്റ് എന്ന് എനിക്ക് അപ്പൊ തോന്നി. അങ്ങനെയുള്ള റൊമാൻസ് ഒന്നും എനിക്ക് പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാൻ താങ്കൾ മറന്നുപോയി. അമൃത്സറിൽ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് താങ്കൾ പോയിരുന്നു. അതെ, സണ്ണി ദിയോളിനെ കാണാൻ വേണ്ടിയാണ് പോയത്. അതെ സാർ. പക്ഷെ താങ്കളെ കഴുത്തിന് പിടിച്ച് പുറത്ത് കളഞ്ഞു അല്ലേ? കഴുത്തിലൊന്നും അടിച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അടി കിട്ടി. എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ ഈ കണ്ടൊന്ന് അഴിച്ചു നോക്കട്ടെ. ഇതെനിക്ക് ശീലമില്ലാത്ത കാര്യമാണ്. എന്റെ ഭാര്യ പറഞ്ഞത് രജിസ്ഥാന്റെ ഷോ ഭയങ്കര പോപ്പുലർ ആണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സെക്സി ആയിട്ട് പോകണം. എന്തായാലും എൻട്രി ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്റെ അച്ഛന് അവിടെയായിരുന്നു ഡ്യൂട്ടി. അദ്ദേഹം പോലീസിലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സണ്ണി ഡിയോളിന്റെ ഗദർ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അവിടെ സീൻ എന്താന്ന് വെച്ചാൽ, അമരീഷ് പുരി സാറും അമീഷ പട്ടേൽ മാമും അവിടെ ഉണ്ട്. അവര് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അമീഷ പട്ടേൽ മാം അവിടെ തന്നെ നിൽക്കും. പക്ഷെ അമരീഷ് പുരി സാർ അവിടുന്ന് പോവും. അതായത് കറക്റ്റായിട്ട് പറയണമെങ്കിൽ അന്ന്
ഇത് 97 നടന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ 96 ഷൂട്ടിംഗ് നടന്ന സമയം. എനിക്കപ്പോൾ ശരിക്കും വലിയ ഷോക്കായിരുന്നു. നമ്മുടെ കയ്യിൽ തുണിയുടെ വലിയ വലിയ ബാണ്ടക്കെട്ടുകളൊക്കെ തരും. അതായത് ആളുകൾ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എന്തൊക്കെയോ കാണിച്ച് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണെങ്കിൽ അമരീഷ് പുരി സാറും അമീഷ പട്ടേലും എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാനാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥയിലുമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അമരീഷ് പുരി സാറിൻ്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് എന്നെ തന്നെ അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ പോയി നേരെ അദ്ദേഹത്തെ ഇങ്ങനെ തട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടു. ഏയ് ആരാണത്? അപ്പം ഇത് ഞാനാ. എനിക്കും ആ സിനിമയുടെ കഥ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അതൊക്കെ നമുക്ക് സിനിമ കണ്ടാലല്ലേ അറിയൂ. അമീഷ പട്ടേൽ എപ്പോൾ വേണമെങ്കിലും വരാം. അമരീഷ് പുരി സാർ ട്രെയിനിൽ കയറുകയും ചെയ്യും. പക്ഷെ ഹീറോയിൻ എന്തിനാ പെട്ടെന്ന് ട്രെയിനിൽ ഇറങ്ങിയത് മാത്രം മനസ്സിലാവുന്നില്ല. അവസാനമാണ് എനിക്ക് മനസ്സിലായത് ആ സീൻ അങ്ങനെയായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഞാൻ ആ ഗദർ എന്ന് പറയുന്ന സിനിമ കാണുന്നത്. സിനിമ കണ്ടിട്ട് ഞാനാകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഞാൻ സണ്ണി സാറിനോട് പറഞ്ഞു, സാർ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. സത്യം പറഞ്ഞാൽ സണ്ണി സാർ അമൃത്സറിലേക്ക് വന്നതേയില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റാണ് 2-3 സീനുകൾ ചെയ്തു തന്നെ. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ തെരയുന്ന പോലുള്ള 2-3 സീനുകൾ, ആ ഷോട്ടുകൾ അങ്ങനെ എടുത്തു. സണ്ണി ഇടിയോൾ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല, ഞാൻ കണ്ടതല്ലേ. പോരാത്തതിന് എനിക്കാണെങ്കിൽ നല്ല അടിയും കിട്ടിയതാ. ആകെ മൊത്തം നാണക്കേടല്ലേ. ശരി, അതൊക്കെ പോട്ടെ, പഴയ കഥകളല്ലേ. ഇപ്പൊ ഉള്ള കാര്യങ്ങൾ പറ, കേട്ടെ. താങ്ക്സ്. അതായത് സത്യം എന്താണെന്ന് വെച്ചാൽ TV ആണ് നിങ്ങളെ ഇത്രയും വലിയ സ്റ്റാർ ആക്കിയത്, സർ. ഇത്രത്തോളം പ്രശസ്തനാക്കിയത്. എന്നാലും ഫിലിമിനോട് താങ്കൾക്കൊരു പ്രത്യേക ഇഷ്ടമില്ലേ? അതിൽ ഒരു 35 കോടി രൂപ താങ്കൾ നഷ്ടപ്പെടുത്തിയെന്നും കേൾക്കുന്നുണ്ടല്ലോ. അതായത് ഞാനിപ്പോ എന്റെ വല്യമ്മാവൻ, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു. അതായത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ വരികയുണ്ടായി. അപ്പോൾ എനിക്ക് ശരിക്കും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ മനസ്സറിഞ്ഞ് ചെയ്തു. ഞാൻ ആ പ്രോസസ് ശരിക്കും താങ്കൾ enjoy ചെയ്തു. ചിരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതെ സാർ, ഞാൻ കണ്ടു. അതും വലിയ സ്ക്രീനിൽ തന്നെ ഞാൻ പോയി കണ്ടു. എനിക്കറിയാം സാർ, മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കും, അങ്ങനെ പഠിക്കാൻ പറ്റൂ. സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ പിന്നൊരു കാര്യം, എനിക്ക് നിങ്ങളോട് സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഹമ്പിളായിട്ട് പറയുകയാണ്, ഒരു വർഷം 10-12 സിനിമകളൊക്കെ എനിക്ക് ഓഫറായിട്ട് വരാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്തത്ര ഞാൻ ബിസി ആയിരിക്കും. ഈ ലോകം തന്നെ വളരെ വിചിത്രമായ ഒന്നല്ലേ. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ. സീരിയസ് ആയിട്ട് ഈ പടത്തിന്റെ ട്രെയിലർ വന്നില്ലേ, അങ്ങനെ 9 സിനിമകളുടെ ട്രെയിലറും വന്നു. പക്ഷെ ഇതുവരെ എന്നെ ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കത് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യും. പക്ഷേ ഈ പടത്തിന്റെ പേരെന്താ ഇങ്ങനെയായി പോയത്? ഏതോ പാസ്ത പീസ്ത പോലെ, ഏതോ പ്ലാന്റിന്റെ പേര് പോലെ. ഈ പടത്തിന്റെ പേര് സ്വിഗാറ്റോ എന്നാണ്. നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെയാണ് അക്ഷയനെ കണ്ടപ്പോഴും ചോദിച്ചത്. അല്ല, ഇത് സിനിമയാണോ അതോ നൂഡിൽസ് ആണ്? ഞാനപ്പോൾ പറഞ്ഞു, ഈ സിനിമയുടെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും, അതായത് ഇത് നമ്മുടെ നാടിന്റെ കഥയാണ്. അതായത് യൂണിവേഴ്സിന്റെ കഥയാണ്. ഈ പാൻഡമിക്കിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്നുള്ള നായകനാണ് ഇതിൽ. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നന്ദിത ദാസ് താങ്കളെ ഈ ഫിലിമിലേക്ക് സെലക്ട് ചെയ്തതിന്റെ കാരണം അവർ താങ്കളുടെ കോമഡി ഷോ ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം എവിടെയോ ഞാനും കരൺ ജോഹർ സാറും എവിടെയോ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ പരിപാടി ഞാൻ വളരെ നാച്ചുറലായിട്ട് അവതരിപ്പിക്കുന്നത് അവർക്ക് തോന്നി. അതായത് കരൺ ജോഹർ സാർ സംസാരിക്കുമ്പോൾ ആ ഷോയുടെ ഓപ്പണിംഗിൽ അദ്ദേഹം പറഞ്ഞു, ഹലോ സുഹൃത്തുക്കളെ, ഞാനാണ് കരൺ ജോഹർ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോ അവർക്ക് തോന്നിക്കാണും ഇദ്ദേഹം വളരെ നാച്ചുറൽ ആണ്, ഇദ്ദേഹത്തെ നമുക്ക് കാസ്റ്റ് ചെയ്യണം. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. വജ്ര ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല സിനിമയിൽ ഞാൻ തകർത്തിരിക്കല്ലേ. പക്ഷേ കപിൽ, നന്ദിത ദാസ് ഒരു സീരിയസ് ഫിലിം മേക്കറാണ്, ഒരു അതെ, സീരിയസ് ഡയറക്ടറാണ്. താങ്കൾ ഒരു കോമഡിയനും. യഥാർത്ഥത്തിൽ വഴി തെറ്റിയത് ആർക്കാണ്? ആരും വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ല. അതായത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇമോഷൻസും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലായിരിക്കും, അതേസമയം നമ്മൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. നമുക്ക് എല്ലാ മൂഡുകളും ഉണ്ട്. പിന്നെ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതെല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കും. അതായത് നന്ദിത ദാസും കപിൽ ശർമ്മയും എന്താണ് ചെയ്യുന്നത്, അത് നടന്നു. അത് ക്ലിക്കായി. ആ എക്സ്പെരിമെന്റ് കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു എക്സ്പെരിമെന്റ് ആണ്. പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ തിയേറ്ററൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഈ കോമഡി ബൈ ചാൻസ് വന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കോമഡി TV-യിൽ കണ്ട ഉടനെ എല്ലാവർക്കും ആദ്യൊരു ഷോക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്നെ അറിയാവുന്നവർ, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അവർക്കറിയാം ഞാനൊരു സീരിയസും ഇന്റലക്ച്വലുമായ ഒരു പേഴ്സൺ ആണ്. സത്യം മനസ്സിലാവുന്നുണ്ട് താങ്കൾ എത്രത്തോളം സീരിയസ് ഇന്റലക്ച്വൽ ആണെന്ന്. കാനഡ ഫിലിം ഫെസ്റ്റിവലിൽ താങ്കൾ ഇന്റർവ്യൂ മൊത്തം ഇംഗ്ലീഷിലാണ് നൽകിയിരിക്കുന്നത്.
താങ്ക് യു. ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും അങ്ങ് കാണിച്ചു. നമുക്കിപ്പോ എന്താ 2 ദിവസമല്ലേ ഫെസ്റ്റിവല്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തും. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറേ ഇല്ല. പക്ഷെ അതൊരു നല്ല ഇന്റർവ്യൂ ആയിരുന്നു. കാനഡ മുഴുവൻ ഇപ്പൊ എന്റെ ഇന്റർവ്യൂയെ കുറിച്ചാണ് സംസാരം. റീചാർജ് എവിടെയാ ചെയ്തത്? ഇംഗ്ലീഷിനോ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും സാർ. ഇവിടെ നമ്മുടെ ആളുകളാണ് ഇംഗ്ലീഷ് പറയാൻ പേടിക്കുന്നത്. നമ്മുടെ ആളുകൾ തെറ്റുകൾ കണ്ടുപിടിക്കും, റോങ് സെന്റൻസ്. വെള്ളക്കാർക്ക് അതിന്റെ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി മാത്രം മതി. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് അവർ മനസ്സിലാക്കും. ഞാൻ എപ്പോഴും മെയിനാണ് സംസാരിക്കാറ്. ഞാൻ സൗത്ത് കൊറിയയിൽ പോയിരുന്നു. അവരുടെ ഇംഗ്ലീഷ് കേട്ടു. ഞാൻ എന്റെ ഇംഗ്ലീഷാണ് ഏറ്റവും മോശം എന്ന് കരുതിയത്. പക്ഷെ അവരുടെ ഇംഗ്ലീഷ് കേട്ടപ്പോ അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ ഇംഗ്ലീഷിനുള്ളിലെ ഇംഗ്ലീഷ്, അതും അവരുടെ ലോക്കൽ ആക്സെന്റില്. അവരെന്റെ പേര് വിളിക്കില്ലേ, അവരെന്റെ പേരാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായതേ ഇല്ല. ഇന്ത്യൻ അടുത്തത് എന്റെ പേരായിരിക്കും വിളിക്കാന്ന് വെച്ച് നോക്കിയിരുന്നപ്പോ നിങ്ങളെ വിളിക്കുന്നത് ചെല്ലെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി അവർക്ക് നല്ല സ്നേഹമായിരുന്നു കേട്ടോ നമ്മളോട്. സൗത്ത് കൊറിയയിലുള്ള ആളുകൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. അതായത് ഞാൻ ഇന്ത്യയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ അവര് വളരെ വളരെ ഇമോഷണൽ ആയിരുന്നു. പിന്നെ ഒന്ന് ചിരിച്ചു. പിന്നെ എപ്പോഴും മനസ്സിലായി ഇയാള് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണെന്ന്. പിന്നെ നല്ല സ്നേഹമായിരുന്നു. അവരും ഇത് തന്നെ പറയുന്നത്, നിങ്ങൾ സിനിമയിൽ ശരിക്കും തകർത്തു. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. സാർ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ എല്ലാരെയും കളിയാക്കാറുണ്ട്. അതെ അതെ. പക്ഷെ നിങ്ങൾ ഇതുവരെ യാതൊരു ന്യൂസ് ചാനലിനെയും കളിയാക്കിയിട്ടില്ല. സാർ, ഒരുപക്ഷെ നിങ്ങൾക്ക് സാർ നിങ്ങൾക്ക് അവരെ കണ്ട പേടിയാണോ? സോറി, നിങ്ങൾക്ക് അവരെ കണ്ട പേടിയാണോന്ന്? ഈ ന്യൂസിനെ നമുക്ക് എങ്ങനെ കളിയാക്കാൻ പറ്റും? ന്യൂസ് വളരെ നല്ലൊരു കാര്യമല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ലേ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഒന്നും മിണ്ടില്ല. ഉറപ്പാണോ സാർ? അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം. എല്ലാ ന്യൂസുകാരെയും പറയല്ല ഞാൻ. ചില ആളുകൾ, ഇവിടെ ഇല്ലാത്ത ആളുകൾ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സമയം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാം വളരെ സ്പീഡാണ്. ആദ്യമൊക്കെ ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ 5 ദിവസം കണ്ടിന്യൂസ് കളിയായിരുന്നു. ഇപ്പോൾ 1 ഡേ വന്നു, 2020 വന്നു. ആ ഫോർമാറ്റ് തന്നെ ഇപ്പോൾ ന്യൂസിലും വന്നു, മ്യൂസിക്കിലും വന്നു. പാട്ടൊക്കെ ആദ്യം 6-7 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ ആയി മാറി. ന്യൂസ് ചാനലുകളും അങ്ങനെ തന്നെയാണ്. നോക്കുകയാണെങ്കിൽ ഒരുപാട് ന്യൂസ് ചാനലുകൾ വന്നു കഴിഞ്ഞു. നാട് പഴയത് തന്നെയാണ്. അതുപോലെ വാർത്തകൾ, പിന്നെ ന്യൂസ് ചാനലുകൾ. ആദ്യത്തെ പ്രോഗ്രാമുകളുടെ പേരൊക്കെ നോക്കുകയാണെങ്കിൽ 60 മിനിറ്റിൽ 60 വാർത്തകൾ. പ്രോഗ്രാം എന്തായാലും തുടങ്ങിയിരിക്കും. പക്ഷെ ന്യൂസ് നോക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ചു. ആ ന്യൂസിനെ തന്നെ 5 പീസുകളാക്കി മാറ്റും. ബൈഡൻ മോദിയെ സ്നേഹാദരവുകളോടുകൂടി സ്വീകരിച്ചു. ഇതൊരു ന്യൂസ്. മോദിയെ കണ്ട് ആവേശഭരിതനായി ബൈഡൻ. അത് മറ്റൊരു ന്യൂസ്. ബൈഡനും മോദിയെ കണ്ടതിൽ സംതൃപ്തനായി. ന്യൂസ് അത് തന്നെയാണ്. 60 വാർത്തകൾ പറയണ്ടേ 1 മിനിറ്റ്? ഇപ്പൊ 40 മിനിറ്റ് എങ്ങനെയൊക്കെയോ വളച്ചൊടിച്ച് ന്യൂസുകൾ പറഞ്ഞു. 45ാമത്തെ ന്യൂസ് വരുമ്പോഴേക്കും വാർത്തകൾ കംപ്ലീറ്റ് തീരും. പിന്നെ സാധാരണ ന്യൂസുകൾ, നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി വെച്ച് തന്നെ 45 മിനിറ്റിന്റെ ന്യൂസ് കൊടുത്തു കഴിഞ്ഞു. മിർസാപൂരിൽ ഭർത്താവിന്റെ ചെവി വെട്ടിയ ഭാര്യ. എങ്ങനെയുണ്ട്? സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിന് വന്ന സ്ത്രീയും പ്രധാന അധ്യാപകനും തമ്മിൽ വഴക്ക്. ഇങ്ങനെയാണ് നടക്കുന്നത്. ബലിയയിൽ സ്ത്രീധനം ചോദിച്ചതിന് അമ്മായിയമ്മയുടെ മൂത്ത് കാറി തുപ്പിയ മരുമകൾ. ഇതുപോലുള്ള വാർത്തകളായിരിക്കും പിന്നീട് വരുന്നത്. വാരണസിയിൽ ഒരു മദ്യപൻ മദ്യപിച്ച് നടത്തിയ ആട്ടം കാണൂ. ബൈഡനിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂസുകളെല്ലാം ഉണ്ടാവുന്നത്. പക്ഷെ ന്യൂസ് കേൾക്കാൻ നല്ല രസമായിരിക്കും. ഞാനിപ്പോ വേണമെന്ന് വെച്ച് കളിയാക്കുന്നതല്ല, പക്ഷെ ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ചില സമയത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് അറിയാവോ? കൃഷിക്കാർ കള്ളന്മാരെ ഓടിക്കാൻ വേണ്ടി ഹണി സിംഗിന്റെ പാട്ട് കേൾപ്പിച്ചെന്ന്. നിങ്ങൾ ഇത് ന്യൂസ് കേട്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഹിന്ദി പേപ്പറിൽ ഞാനും വായിച്ചിരുന്നു. അതിലെന്തായിരുന്നു ഉള്ളതെന്ന് വെച്ചാൽ, ഒരു കർഷകൻ തന്റെ വിളകളെ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ഹണി സിംഗിന്റെ പാട്ടുകൾ വെക്കും. അതിലും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പുറകിലൊരു മ്യൂസിക് ക്രൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാട്ടിൽ ഹെവി മ്യൂസിക് ആയിരിക്കും. ഒരുപക്ഷെ അത് കേട്ടിട്ട് ഭയന്നിട്ടുണ്ടാവാം. പക്ഷേ ന്യൂസ് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ മാറുന്നു കണ്ടില്ലേ? വാവ്. കപിൽ, പറയൂ സാർ. നിങ്ങൾ ധാരാളം ന്യൂസുകൾ കാണാറുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ഇതും കണ്ടു കാണും. അതായത് യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി, അദ്ദേഹം സ്റ്റാൻഡ് ഓഫ് കോമഡിയൻ ആയിരുന്നു. ഇന്ന് അദ്ദേഹം പുടിന്റെ കൂടെ യുദ്ധം ചെയ്യുക. അതെ. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവന്ത് മാൻ, അദ്ദേഹവും സ്റ്റാൻഡ് ഓഫ് കോമഡിയൻ ആയിരുന്നു. അതെ. സോ കോമഡിയൻസിനൊക്കെ ഒരു പുതിയ വഴി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. യാ.
സത്യമാണ് സാർ. താങ്കളെ പറ്റി എന്തെങ്കിലും അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ വരുമോ? സാർ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പൊളിറ്റീഷ്യൻസ് ആയതിനു ശേഷം എന്തിനാ ഇത്ര സീരിയസ് ആവുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ട് നടക്കുന്ന ആളല്ലേ? മാത്രമല്ല പ്രധാനമന്ത്രി മോഡി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി കപിൽ ശർമ്മയ്ക്ക് ഒരു ഭീഷണിയാണെന്നാണ്. അങ്ങനെ പറഞ്ഞിരുന്നോ? വാവ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അതായത് അല്ല സാർ, എനിക്കിതാണ് സാർ ഇഷ്ടം. ഞാനിങ്ങനെ കോമഡി ചെയ്യുന്നത്, ആളുകളെ ചിരിപ്പിക്കുന്നത്, ഫൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വെള്ള ഡ്രസ്സ് തന്നെ നമ്മളെ ആകെ ടെൻഷനാക്കി കളയും. ആളാകെ മാറിപ്പോവും. നിങ്ങൾ തന്നെ നോക്കൂ സാർ. അതായത് ഞാനിപ്പോ കോമഡി ചെയ്യുമ്പോൾ അത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ ഏത് രാജ്യത്തിന്റെ ആയിക്കോട്ടെ ഒരു പ്രധാനമന്ത്രിയും അവർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്നും ചെയ്യുക പോലുമില്ല. സത്യമാണോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ പോലെ ജീവിക്കാൻ വളരെ ഈസിയാണ് സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ കണ്ടില്ല സാർ. പക്ഷേ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറ്റുമോ? അത് ഏത് രാജ്യത്തിന്റെ ആയാലും ശരി, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ എനിക്കെന്താണ് തോന്നുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് ശരിയായിരിക്കണം. ജനങ്ങളെ നമ്മൾ ചിരിപ്പിക്കുന്നു. സോ വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണ്ട. അല്ല സാർ, താങ്കൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഷോയില് വലിയ വലിയ സെലിബ്രിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അമിതാഭ് ബച്ചൻ സാർ വന്നു, ഷാരൂഖ് ഖാൻ സാർ, സൽമാൻ സാർ, എല്ലാവരും നിങ്ങൾക്കൊരു ഉപദേശം തന്നു. പക്ഷെ നിങ്ങൾ അത് കേട്ടില്ല. ഓക്കെ. എല്ലാവരും പറഞ്ഞത് ഒന്നാണ്, കല്യാണം കഴിക്കാതെ കപിലെന്ന്. പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. അത് ശരി. അപ്പൊ അവർക്ക് ചെയ്യാം, എന്നെ തടയാം അല്ലേ? ഞാൻ എന്തിനു ചോദിക്കണം? ഞാൻ കല്യാണം കഴിച്ചല്ലോ, അത് നല്ല സന്തോഷമായിട്ട്. എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല? അതൊരു നല്ല കാര്യമാണ്. ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ എപ്പോഴും കോമഡി ചെയ്തുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ വൈഫിന്റെ കൂടെ വീട്ടിലായിരിക്കും. ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവളോട് തമാശകളൊക്കെ കാണിക്കും, പക്ഷെ അവൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്റെ ലൈഫിൽ കല്യാണത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ ലൈഫ് ആക്ച്വലി ശരിക്കും മാറി, നല്ല ബ്യൂട്ടിഫുൾ ആയി. ഇത് എല്ലാവർക്കും എന്റെ ഒരു അഡ്വൈസ് ആണ്. ഇതുവരെ ആരൊക്കെയാണോ കല്യാണം കഴിക്കാത്തത് അവര് തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. കഴിഞ്ഞവരെ വീണ്ടും ഒന്നുകൂടെ കെട്ടണം. സോറി, എനിക്ക് തെറ്റുപറ്റിയതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. പക്ഷേ കപിൽ കല്യാണം ആയതിനു ശേഷവും ഈ ഫ്ലഡ് ചെയ്യാനുള്ള ധൈര്യം എവിടുന്നാ വന്നത്? അതെന്താ അങ്ങനെ പറയുന്നത്? പഞ്ചാബിക്കാരെല്ലാരും ഫ്ലേർട്ട് ചെയ്യുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ചൈനയിലെ ജനസംഖ്യ നോക്കൂ, അവരൊക്കെ പഞ്ചാബികളാണോ? ഇതങ്ങനെയൊന്നുമല്ല സാർ. എനിക്കറിയില്ല, നല്ല സുന്ദരിയായ ഒരു ഹീറോയിൻ നടന്നു വരുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. അതായത് അത് അവിടെ നടക്കുന്നതാണ്, അതായത് ക്യാമറയുടെ മുന്നിലെ. അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയല്ല. ആദ്യത്തെ സിനിമ ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്. ഇപ്പൊ ഷൂട്ടിൽ സംസാരിക്കുമ്പോൾ പോലും റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കില്ല. പിന്നീട് അദ്ദേഹം വന്നു, അബ്ബാസ് മസ്താൻ, അതായത് ഇത് നിങ്ങളുടെ വൈഫാണ്. ഞാൻ ആദ്യത്തെ ദിവസം സെറ്റിലേക്ക് പോവാണ്. ശരിക്കും ടെൻഷനാവും. ഏതോ ഒരു പെണ്ണിനെ പോയിട്ട് എങ്ങനെയാ ഹഗ് ചെയ്യുന്നത്? ഒരു സുഹൃത്തെങ്കിലും ആയിരിക്കട്ടെ, എന്നാലല്ലേ ഹഗ് ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ സിനിമയിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പക്ഷെ ഇപ്പൊ കുറച്ച് ഫ്രീ ആയി. അങ്ങനെയല്ല, അതായത് വീട്ടില് റിഹേഴ്സൽ ചെയ്യല്ലോ, അങ്ങനെ പ്രാക്ടീസായി. വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറയുടെ മുന്നിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ്. വീട്ടിലേക്ക് പോയതിനു ശേഷം മനസ്സിലാക്കും. ഞാൻ പോയി, അതല്ല ഹൈദരാബാദിലെത്തിയത്. ഇപ്പോഴൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കപിൽ ശർമ്മയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. അദ്ദേഹം എത്ര സ്പീഡിലാണോ ചെയ്തത് ഞാനും അതേ സ്പീഡിൽ തന്നെ ചെയ്തു. എന്നോട് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതൊക്കെ എന്നോട് തന്നെ വേണമെന്ന് ഞാൻ എന്റെ മനസ്സിൽ ചോദിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം വാങ്ങി. കുറച്ച് എനിക്ക് തന്നു, കുറച്ച് അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങൾ കാരണമാണ് ഞാൻ പകുതി ഏറുന്നത്, അല്ലെങ്കിൽ മുഴുവൻ തരുമായിരുന്നു പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, സാർ നിങ്ങൾ കാരണമാണ് ഞാൻ പകുതി അടിക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ അതിഥി കപിൽ ശർമ്മയെ കുറിച്ച് നമ്മുടെ കോടതിയിൽ വന്ന അടുത്ത കുറ്റം. ആപ്കി അദാലത്തിൽ കോമഡി കിങ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ റോൾ ചെയ്യുന്നു എന്നതാണ്. കപിൽ, താങ്കളുടെ ഒരു രൂപമാണിത്. ഇത് എല്ലാവർക്കും അറിയാം. താങ്കളുടെ ഷോസിലും ഇത് തന്നെയാണ്, ചിരിക്കുന്ന, ചിരിപ്പിക്കുന്ന. സർ, പക്ഷെ മറ്റൊരു രൂപം അത് രാത്രി 10 മണിക്ക് ശേഷമേ കാണിക്കാറുള്ളെന്നറിഞ്ഞു. പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന മറ്റൊരു രൂപം.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഞാൻ മൾട്ടി ടാലന്റഡ് ആണ്. സാർ അതൊക്കെ ചില സമയങ്ങളിൽ സംഭവിക്കുന്നതാ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒരുപാട് മാറി. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരെയും ചിരിപ്പിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ദേഷ്യവും വരും. ആദ്യമൊക്കെ ഉറപ്പായിട്ടും വരുമായിരുന്നു. കല്യാണത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല. ദേഷ്യം വരും സാർ. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ആരെങ്കിലും എന്നൊരു വഴക്ക് പറഞ്ഞാൽ ഞാൻ ഒരു 10 എണ്ണം തിരിച്ചു പറയുമായിരുന്നു. ഞാനന്ന് ചിന്തിച്ചതേ ഇല്ല, ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ വഴക്ക് പറയായിരുന്നല്ലോ. ഞാനാണെങ്കിൽ ഈ ബ്ലൂടിക്ക് അക്കൗണ്ടിൽ നിന്നാണ് വഴക്ക് പറയുന്നത്. പിന്നെ ഈ ജനങ്ങൾ, എനിക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും. തെറ്റ് മനസ്സിലായപ്പോൾ ഞാനത് തിരുത്തി. പിന്നെ പെട്ടെന്നൊരു ദിവസം അത് ഒരു ന്യൂസ് ആയിട്ട് മാറി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഐ ആം വെരി പോപ്പുലർ. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് മാറി സാർ. പൊതുവെ നാട്ടിൻ പ്രദേശങ്ങളിൽ പറയാറുണ്ട്, ആന മതം പിടിച്ച ഒരു മാതിരി ഇല്ലെങ്കിൽ വേറൊരു മാതിരി എന്ന്. കപിൽ ശർമ്മ കുടിച്ച ഒരു മാതിരി, കുടിച്ചില്ലെങ്കിൽ വേറെ മാതിരി എന്ന് കേട്ടു. അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ധർമ്മേന്ദ്രയെ ഫോളോ ചെയ്യായിരുന്നു. ഈ കാര്യത്തിലല്ല കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഞാൻ ധർമ്മേന്ദ്രയുടെ ട്വീറ്റ്സ് നോക്കാൻ തുടങ്ങി. അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആണല്ലേ. നമുക്കിത് ഉറപ്പായിട്ടും സെറ്റ് ആവില്ല. ഞാൻ ട്വിറ്ററിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ല. ധർമ്മേന്ദ്രയെ പോലെ ആവണമെന്ന് ഞാനും തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഫാമിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പറമ്പിൽ വലിയ വലിയ പംകിൻ ഉണ്ടായിരുന്നു. പംകിന് മലയാളത്തിൽ എന്താ പറയാ? മത്തങ്ങ. അത് തന്നെ. മലയാളത്തിൽ പംകിൻ. നിങ്ങൾക്ക് എന്നെക്കാളും വിദ്യാഭ്യാസം ഉണ്ടല്ലേ. കുമ്പളങ്ങ എന്ന് മത്തങ്ങ പറയും. മലയാളത്തിൽ പറയും. കുമ്പളങ്ങ എന്ന് പറയും. അതിങ്ങനെ റൗണ്ട് ഷേപ്പിലായിരിക്കും, ഇങ്ങനെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഫാമിൽ വലിയ വലിയ പംകിൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ട്വിറ്ററിൽ ലൈവായിട്ട് കാണിച്ചു. സുഹൃത്തുക്കളെ, തോട്ടത്തില് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. വലിയ വലിയ പംകിനായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ഞാനും അതുപോലുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പറ്റിയില്ലെങ്കിൽ പിന്നെ ചെയ്യാനേ പാടില്ല. അതായത് സാറേ നിങ്ങൾക്ക് അത് തന്നെ എടുത്തിട്ടാ പോരെ? നിങ്ങൾ ജയിലിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ എന്റെ പ്രായമായിരിക്കും. ചിലരൊക്കെ എന്റെ സഹോദരന്മാരായിരിക്കും. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങളത് ഇഗ്നോർ ചെയ്തേക്കണം. കാരണം സ്നേഹമുള്ളവരാണ് കൂടുതലും. മോശം ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ശീലങ്ങളൊക്കെ ഉണ്ട്. നമ്മളും അതിൽ ചിലത് കൂട്ടി പറയും. എവിടെയെങ്കിലുമൊക്കെ അത് എഴുതി വെക്കുകയും ചെയ്യും. അതായത് 4 പേര് വളരെ സന്തോഷത്തോടു കൂടി ഒരു ചടങ്ങ് ആഘോഷിച്ചു. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. അതേസമയം മറ്റൊരു ന്യൂസ്, 2 ഗ്രൂപ്പുകൾ തമ്മിൽ മുട്ടൻ വഴക്ക്. നമ്മൾ ആദ്യം അതായിരിക്കും നോക്കുക, എന്തിനാണ് അവർ വഴക്കിട്ടത്? അതായത് നെഗറ്റിവിറ്റി നിങ്ങളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതിൽ മസാല കൂടുതലാണ്. പക്ഷേ നിങ്ങൾ സ്നേഹം പരത്താൻ ശ്രമിക്കണം. അതൊക്കെ പഴയ കഥകളാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമായിരുന്നു. ഈ സ്നേഹ സന്ദേശത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അനുപം ഖേറിനെ ആദ്യമായിട്ട് കണ്ടപ്പോ അതെ സാർ. താങ്കൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് കേട്ടു. ഇല്ല സാർ, അനുപം സാറിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ദുബായിൽ ഞങ്ങളൊരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ എന്റെ ഓർഗനൈസർ എന്നോട് പറഞ്ഞു, അനുപം ഖേർ സാറും ഇവിടെ ഉണ്ട്, അദ്ദേഹം നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം എന്നോട് നിങ്ങൾ കഴിക്കുമെന്ന് ചോദിച്ചു. അതെന്തൊരു ചോദ്യം എന്ന് ഞാൻ എന്നോട് ഞാൻ ചോദിക്കായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ അവിടെയുള്ള മാളിനകത്തേ ചെന്നു. ചെന്ന ഉടനെ അദ്ദേഹം ഒന്ന് ഓർഡർ ചെയ്തു, എനിക്ക് ചേർത്ത്. ഞാൻ ഓക്കെ പറഞ്ഞു. ഒരു 30 ml വന്നു. പെട്ടെന്ന് അദ്ദേഹം, ഈ കാര്യം ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല, ഇതൊരു നല്ല കാര്യമല്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ അടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം വന്നു, ഒരു ഡ്രിങ്ക് വന്നു. പക്ഷെ എത്ര നേരം വെച്ചിങ്ങനെ ഇരിക്കും? ഞാനാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. ഒറ്റ വലിക്ക് കുടിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നു. അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഫിനിഷ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നമുക്ക് ഒന്നുകൂടെ കഴിച്ചാലോ? ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? അതിനുശേഷം അദ്ദേഹം ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. അത് അദ്ദേഹത്തിന് ഒഴിച്ചു, എനിക്കും ഒഴിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പകുതി കഴിക്കാൻ പോവാണ്, അതുകൊണ്ട് ഒന്ന് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് കഴിക്കുന്ന സ്ഥിതിക്ക് ഞാനും കഴിക്കാൻ പോവാണ്. ഓ കപിൽ, താങ്കളെക്കുറിച്ച് ഞാൻ എന്തൊക്കെ പറയാനാണ്. താങ്കൾ അർദ്ധരാത്രി അമിതാഭ് ബച്ചൻ സാറിന് മെസ്സേജ് അയച്ചില്ലേ? സാർ, എനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനമുണ്ട് സാർ. ഞാൻ ഒരു തവണ അദ്ദേഹത്തിനോട് ഒരു ഫോട്ടോ എടുത്തു. നമ്മളതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഫിരൻഗി. അപ്പോൾ എൻ്റെ മെൻ്റൽ കണ്ടീഷൻ അത്ര ശരിയായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ ഡിപ്രഷനിലായിരുന്നു. രാവും പകലും എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സിനിമയുടെ സൈഡിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അല്ലല്ല. അതിനുശേഷം എൻ്റെ ആദ്യത്തെ പടം തന്നെ വലിയ ഹിറ്റല്ലേ. രണ്ടാമത്തെ സിനിമ അപ്പോഴും റിലീസ് ആയിട്ടില്ല. ഫിലിമും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല സാർ. ചിലപ്പോഴങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഒരു കലാകാരനാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ആരെയും കാണാനുള്ള മനസ്സിലായിരുന്നു. ഷോയും ഞാനപ്പോൾ നിർത്തിവെച്ചു. ഒരു ഭാഗത്താണെങ്കിൽ സിനിമയും നിൽക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു അത് റിലീസ് ചെയ്യണമെന്ന്. ചിലർ പറഞ്ഞു എന്നോട് ബച്ചൻ സാറിന് വെച്ചൊരു വോയിസ് ഓവർ ചെയ്യണമെന്ന്. അങ്ങനെ പോയി ചോദിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ബച്ചൻ സാറാണെങ്കിൽ ഒരു വലിയ ലെജൻഡുമാണ്.
പക്ഷേ എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു. സാർ, ഞാൻ ആദ്യമായിട്ടൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എനിക്കൊരു വോയിസ് ഓവർ തരണം പ്ലീസ്. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ അദ്ദേഹത്തിന്റെ റിപ്ലൈ വന്നു. 8-ാം തീയതിയോ 9-ാം തീയതിയോ ഈ ഒരു സ്റ്റുഡിയോയിൽ എൻ്റെ ഒരു സിനിമയുടെ ഡബ്ബിംഗ് ഉണ്ട്, അപ്പോൾ ഞാൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഇത്രയും വലിയൊരു ലെജൻഡ് അല്ലേ, വേണമെങ്കിൽ റിപ്ലൈ പോലും തരാതിരിക്കാം. പക്ഷേ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു, ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 എണ്ണം കഴിച്ചിട്ടാണ് മെസ്സേജ് ചെയ്തത്. ഇല്ല, എനിക്കും ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിരുന്നു അർദ്ധരാത്രിയിൽ. അതും 6 റൗണ്ട് കഴിഞ്ഞാന്നു. സാർ, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു. സാർ ഏത് മെസ്സേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു തവണ ഞാൻ ഇന്ത്യ ടിവിയിലെ ന്യൂസ് കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ പഞ്ചാബിലുള്ള സർബജിത് സിംഗ് പാകിസ്ഥാനിലെ ജയിലിലാണുള്ളത്. അത് കണ്ട ഉടനെ ഞാനാകെ ഇമോഷണലായി പോയി. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ന്യൂസ് ഇന്ത്യ ടിവിയിലായിരുന്നു വന്നത്. അപ്പോൾ രജത് സാറിന് ഞാൻ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു. സാർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളല്ലേ, സാറിന് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നു. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പല കാര്യങ്ങളും നടക്കും. എപ്പോഴും ഞാനിങ്ങനെ അതായത് ഇമോഷണലായിട്ട് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കുകയില്ല. ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. സാർ, പിന്നെ താങ്കളും നല്ലൊരു വ്യക്തിയാണ്. എനിക്കൊന്ന് റിപ്ലൈ തന്നു. താങ്ക് യു. ബച്ചൻ സാറിനെ പറ്റി നമ്മൾ സംസാരിച്ചു, പക്ഷേ പകുതിയിൽ നിർത്തി. ബാക്കി താങ്കൾ തന്നെ പറഞ്ഞോളൂ. അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ പോയി കണ്ടോ? സാർ, ആക്ച്വലി എനിക്ക് ഈ ഡ്രിങ്കിങ് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആരുടെയും മുന്നിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്റ്റേജിൽ മൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ബച്ചൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ വരുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ സിനിമയുടെ വോയിസ് ഓവർ കൊടുക്കാനാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തന്നെ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ എനിക്കപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ശരി 2 റൗണ്ട് അങ്ങ് കഴിക്കാം, എന്നിട്ട് ബച്ചൻ സാറെ കാണാൻ പോവാം. ഇത് രാവിലെ നടന്ന കാര്യമാണ്. അദ്ദേഹം 8 മണിയാകുമ്പോഴേക്കും എത്തും. എൻ്റെ കല്യാണവും ആ ഇടയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഗിന്നി ഒരു നിഴല് പോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബച്ചൻ സാർ അപ്പോൾ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാൻ പോയി. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഞാനൊരു താങ്ക്സ് പറയണമല്ലോ. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പറഞ്ഞു അദ്ദേഹം ബിസിയാണ്. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. ഞാൻ 2 വർഷമായാലും കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു, അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അകത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അദ്ദേഹത്തിനോട് താങ്ക്സ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പരസ്പരം കുറച്ച് പഞ്ചാബിൽ സംസാരിച്ചു. എൻ്റെ വൈഫിനെ ഇൻട്രോഡ്യൂസ് ചെയ്തു. ബച്ചൻ സാറ് ഗിന്നിയെ ആദ്യമായിട്ട് കാണുമല്ലേ, അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പിന്നെ സാർ, അദ്ദേഹം എന്നെ സംബന്ധിച്ച് എങ്ങനെയാണ് മെമ്മറബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. സാർ, ഞാൻ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ സോറി പറഞ്ഞു. ശേഷം അദ്ദേഹം ഹിന്ദിയിൽ നല്ലൊരു മെസ്സേജ് എനിക്ക് അയച്ചു. ജീവിതം ഒരു പോരാട്ടമാണ്, അതിനകത്ത് ഒരുപാട് മത്സരങ്ങളുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരണം. അതൊരു വലിയ അഡ്വൈസ്. പക്ഷെ അദ്ദേഹം കോടീശ്വരനിൽ പറഞ്ഞതുപോലെ പറഞ്ഞു കരുതി. അല്ല സാർ, അദ്ദേഹം വളരെ നല്ലൊരു മെസ്സേജാണ് അയച്ചിരുന്നത്. ഇത്രയും വലിയൊരു ലെജൻഡ് നമ്മുടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് പ്രോത്സാഹനം തരികയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരും. അത് സത്യത്തിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതെ സാർ. പക്ഷേ ഞാൻ കേട്ടത് രാത്രി 10 മണിക്ക് ശേഷം താങ്കളുടെ ഭാര്യ ഫോൺ വാങ്ങിച്ചു വെക്കുമെന്ന്. താങ്കൾക്ക് തല്ലെന്ന് കേട്ടു. ഈ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ചെറിയ തിരുത്തലുകൾ വരുത്തണമെന്നുണ്ട് മൈ ലോർഡ്. ദിവസം 10 മണിക്ക് മുകളിലല്ല സാർ. അതായത് എപ്പോഴെങ്കിലും 10 മണിക്ക് ശേഷം മൂഡ് മാറിയാലോ. അവര് തീർച്ചയായിട്ടും എൻ്റെ ഫോണ് അവർക്കറിയാലോ ഇവൻ കുറച്ച് ഡേഞ്ചറാണ്, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കണമെന്ന്. താങ്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ല ഞാൻ തന്നെ ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ കാര്യത്തിന് പോലും വഴക്കിടുമായിരുന്നു. എല്ലാ കാര്യത്തിനും ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അവരത് കേക്ക് പോലും ഇല്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ആരും ശ്രദ്ധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഇനി എന്തിനാ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നതെന്ന്. ഇങ്ങനെ ഞാൻ തന്നെ എന്തിനാ എനിക്കിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല സാർ. ലൈഫ് ഒരുപാട് ചേഞ്ച് ആയി, 2 പിള്ളേരുമായി. അതുമാത്രമല്ല, എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി, എൻ്റെ പിള്ളേർ 3-4 വർഷത്തിന് ശേഷം ഈ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയ അവർ തന്നെ അപ്പോൾ ചോദിക്കും നമ്മുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സാർ എൻ്റെ പഴയ വീഡിയോസ് എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് തരണം സാർ, പഴയ ന്യൂസുകളൊക്കെ. ഇക്കാര്യം എങ്ങനെ ഡിലീറ്റ് ചെയ്യാനാ? താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുടിക്കാതിരുന്നിരുന്നേ കല്യാണം പോലും നടക്കില്ലായിരുന്നെന്ന്. അത് ഈ ഒരു കാര്യം സത്യമാണ്. അതായത് എപ്പോഴും കുടിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ നല്ലതും നടക്കും. സാർ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഗേൾസിൻ്റെ കോളേജ് ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്തായിരുന്നു.
അവിടെ ഞാൻ പോക്കറ്റ് മണിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഗിന്നിയും ആ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളപ്പോൾ BA ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു. അല്ല, BCom ഫസ്റ്റ് ഇയർ. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരുന്നു. ഞാൻ PG ചെയ്യായിരുന്നു. ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, എനിക്കൊരു ജോലി റെഡിയാക്കി തരണം, ഗേൾസ് കോളേജിൽ എനിക്കൊരു ചാൻസ് തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ എനിക്കും 4 കാശ് സമ്പാദിക്കാൻ പറ്റൂ. അതെനിക്ക് വളരെ സഹായവുമായിരിക്കും. എനിക്ക് ഈ പോക്കറ്റ് മണി കിട്ടുമല്ലോ. അപ്പോൾ ഗിന്നി, ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും. അല്ല, 3 പേര്. അതിൽ സംഗീതമൊക്കെ അറിയാവുന്ന ഒരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ചേർന്ന് റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ സാൻഡ്വിച്ച് കൊണ്ടുവരുന്നു എനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എടാ, ഈ ഗിന്നിക്ക് ഇതിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അവളുടെ കാർ നോക്ക്, എന്തൊരു വലുപ്പമാണ്. എൻ്റെ സ്കൂട്ടറിൻ്റെ സീറ്റിൻ്റെ ഫോം ആണെങ്കിൽ പുറത്താണ്, അതുകൊണ്ട് അതിന് സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് ഞങ്ങൾ കോളേജിൽ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരുന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2-3 മീറ്റിനൊക്കെ ശേഷം അവളുടെ ഒരു ഫോൺ വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ധൈര്യമില്ലായിരുന്നു. മാത്രമല്ല, എനിക്കൊരു റെക്കോർഡും ഉണ്ട്. ഞാനാണെങ്കിൽ അതുവരെ ഒരു പെണ്ണിനെയും പ്രപ്പോസ് ചെയ്തിട്ടുമില്ലായിരുന്നു. എനിക്കത് ശരിയാവില്ലായിരുന്നു. ടിവിയിൽ കാണിക്കുന്നതൊക്കെ ചുമ്മാതാ. പെട്ടെന്ന് ഞാനൊരു സിംഹത്തെ പോലെ മാറി. നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും എനിക്കപ്പോൾ മറുപടി കിട്ടിയിരുന്നില്ല. എനിക്ക് അങ്ങനെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. പിന്നെ എന്തു പറയണം സാർ, അങ്ങനെ ഞങ്ങളുടെ പ്രണയം അവിടെ തുടങ്ങുകയായിരുന്നു. അതൊരു ഭയങ്കര ദിവസമായിരുന്നു. തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് താങ്കൾക്ക്. പക്ഷെ ഒരു ദിവസം ഞാൻ അവളുടെ ഡാഡിയെ കാണുമല്ലോ. വലിയൊരു കാറിൽ വന്ന് ഇറങ്ങി, ഒരു പിസ്റ്റളും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്ക് ഞാനൊക്കെ വല്ലാതായി. ഞാൻ അന്ന് രാത്രി എന്നെ അവിടെ വിളിച്ച് പറഞ്ഞു, നീ എല്ലാം മറന്നേക്കുന്നു. പിന്നെ ഇതൊക്കെ കണ്ട എങ്ങനെ പറയാതിരിക്കും. അതിനുശേഷം പിന്നെ പോകെ പോകെ പ്രശ്നങ്ങളൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടായി. ഞാൻ ഗിനിയുടെ അച്ഛനെ വളരെയധികം ബഹുമാനിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായി തോന്നാറില്ലേ? എന്നെ പോലുള്ള ഒരാൾക്ക് തന്റെ മകളെ കെട്ടിച്ചെന്നാൽ അദ്ദേഹം ദൈവം തന്നെയല്ലേ? നിങ്ങളിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, ഐ ലവ് യുവർ താടി സ്റ്റൈൽ. താങ്ക് യു സർ. വാവ്, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ ഗോരഖ്പൂരിന്നാ. ഗോരഖ്പൂർന്നോ? അതെ. ഞാൻ കരുതിയത് ബീഹാറിന്നായിരിക്കുന്ന. ശരി സർ, ലഹരിയാണെങ്കിൽ മദ്യത്തിലുണ്ട്, അത് ഗവൺമെന്റ് തന്നെ വിൽക്കുന്നുണ്ട്. എന്നിട്ട് ആൾക്കാർ എന്തിനാ നിങ്ങളെ വെറുതെ കുറ്റം പറയുന്നത്? നിങ്ങളെ വെറുതെ ചോദിച്ചാണോ അതോ ബാറ്റിൽ വാങ്ങിക്കാൻ പോവാ? ഇല്ല സർ, ഞാൻ വെറുതെ ചോദിച്ചാ. സർ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വയസ്സുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെയായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലതും ചീത്തതും ഒന്നും ശരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ പ്രായമായവരൊക്കെ പറയുന്നത് എല്ലാം ഈ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന്. നമ്മൾ ഈ മദ്യത്തെയും മറ്റും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പ്രായത്തിന്റെയാണ്. സോ സാധാരണ ആളുകൾ എല്ലാവരും തെറ്റുകൾ ചെയ്യും, എന്നിട്ട് നമ്മൾ തന്നെ അതിൽ നിന്നൊരു പാഠം പഠിക്കുകയും ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ആരിൽ നിന്നും ഒന്നും തന്നെ മറച്ചിട്ടില്ല. എൻ്റെ ലൈഫ് എന്നും ഒരു ഓപ്പൺ ബുക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സ്നേഹം ലഭിക്കുന്നതും. പിന്നെ ആ സ്നേഹം ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഷോ 3 മാസത്തേക്ക് ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. ഇപ്പോൾ 10 വർഷമായി. എല്ലാം നിങ്ങൾ തരുന്ന സ്നേഹം കൊണ്ട് മാത്രമാണ്. തെറ്റുപറ്റിയാൽ തീർച്ചയായും ക്രിറ്റിസിസം ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോ എത്ര അളവിൽ സ്നേഹം കിട്ടുന്നുണ്ടോ അത്ര തന്നെ നിങ്ങൾക്ക് ക്രിറ്റിസിസവും ഉണ്ടാവും നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ തെറ്റുകളിൽ നിന്നും ചിലത് പഠിക്കാനുണ്ട്. അതേ തെറ്റ് വീണ്ടും ചെയ്യരുത്, പുതിയ തെറ്റ് ചെയ്യണം. തെറ്റുകൾ ഡിഫറെന്റ് വേരിയേഷനോട് കൂടി ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തായാലും തെറ്റ് ചെയ്തിരിക്കും. തെറ്റുകൾ മാറി മാറി സംഭവിക്കാം, ഒന്ന് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. സോ ഇപ്പോൾ ലൈഫിലെ പ്രയോറിറ്റീസ് ഒക്കെ മാറി. ലൈഫിൽ കുറച്ച് ഫോക്കസ് ഉണ്ട്, അത്യാവശ്യം ഡിസിപ്ലിൻസ് ഒക്കെ വന്നു. സത്യത്തിൽ ഇത് വളരെ നല്ല കാര്യമാണ്. താങ്കൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്നു. താങ്കൾ അത് വളരെ സ്പോർട്ടീവായിട്ട് എടുത്തു. അത് പറഞ്ഞ് നിങ്ങൾ തന്നെ ചിരിച്ചു, സ്വയം വിമർശിച്ചു. ഇപ്പൊ കറക്റ്റ് ട്രാക്കിൽ വന്നിരിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. എല്ലാവരും താങ്കളെ അപ്രീഷിയേറ്റ്. താങ്ക് യു സാർ, താങ്ക് യു. വളരെ നന്ദിയുണ്ട്. നോക്കൂ സാർ, അതുകൊണ്ട് നമ്മുടെ വിചാരണ തീർന്നു പോയെന്ന് താങ്കൾ കരുതണ്ട. ശരിയാണ്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കപിൽ ശർമ്മയുടെ മേൽ വിചാരണ തുടരുന്നതായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ നോക്കി ഷീല, ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനൊരു പരിധി ഉണ്ടാവില്ല. ഓ, ഇപ്പൊ ഷീലയെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇളക്കം തുടങ്ങിയല്ലേ? പിന്നെ ഹിസ്റ്ററി മൊത്തം ചൂഴ്ന്നെടുക്കാൻ തുടങ്ങും. കുടുംബം മുഴുവൻ അങ്ങനെയാണെന്ന് പറഞ്ഞു കളയും. നിങ്ങളുടെ മുത്തശ്ശൻ വരെ ഇതല്ല ഇതിനപ്പുറം കാണിച്ചിട്ടുണ്ടെന്നും പറയും. അതുകൊണ്ട് വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ചോദ്യശരങ്ങൾ എഴുതുകൊണ്ടിരിക്കുകയാണ്. കപിൽ ശർമ്മ അതിനുള്ള കൃത്യമായ ഉത്തരങ്ങളും നൽകുന്നു. ആപ്കി അദാലത്തിൽ കപിൽ ശർമ്മയുടെ മേലുള്ള അടുത്ത കുറ്റം. ആപ്കി അദാലത്തിൽ കോമഡി കിങ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ജനങ്ങളെ കളിയാക്കുന്നു എന്നതാണ്. കപിൽ, താങ്കൾ വിദേശത്തൊക്കെ പോകുമ്പോൾ കാനഡയിലും അമേരിക്കയിലും അതുപോലെ നിറയെ രാജ്യങ്ങളിൽ
പക്ഷെ അവിടെ പോകുമ്പോൾ താങ്കൾക്കെല്ലാം നല്ലതായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. അവിടെയുള്ള വേലക്കാരി പോലും താങ്കൾക്ക് സുന്ദരിയായിട്ടാണ് തോന്നുന്നത്. സാർ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു പോയാലും അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ ഇങ്ങോട്ട് വന്നാലും നമ്മുടെ രാജ്യത്ത് പല നല്ല കാര്യങ്ങളും ഉണ്ട്. അത് അവർ നമ്മുടെ അടുത്തു നിന്നും പഠിക്കും. വളരെ സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കുന്ന ജോയിന്റ് ഫാമിലികളുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് വണങ്ങുന്ന ശീലവും നമുക്കുണ്ട്. ശരിയല്ലേ? പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നമ്മുടെ അടുത്തുനിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ കിട്ടിയാൽ അത് നമ്മളും പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെയല്ലേ വേണ്ടത്? അതിൽ തെറ്റൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഹായ്, ഒരാൾ മറ്റൊരാൾക്ക് കോംപ്ലിമെന്റ് കൊടുക്കും. ഇവിടെ നമ്മളൊരു പെൺകുട്ടിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നിനക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലെന്ന് ചോദിക്കും. അല്ല, അതാണ് സത്യം. അതാണ് സത്യം. ചില സമയത്തെ കാര്യം എടുത്താൽ അവരുടെ ഇന്റൻഷൻ ഓർത്ത് തന്നെ നമുക്ക് പേടിയാവും. നമ്മുടെ ആളുകൾ അങ്ങനെയാണ്. എന്തിനാണ് നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞത്? ഒരു പക്ഷേ മുൻപരിചയം ഒന്നും ഇല്ലാത്ത രണ്ടുപേര് പരസ്പരം ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഇതെല്ലാം നോക്കി നിൽക്കും. നമ്മുടെ ആളുകൾ എല്ലാം തന്നെ ജഡ്ജ് ചെയ്ത് കളയും. പക്ഷെ അവിടെ അങ്ങനെയൊന്നും അല്ല സാർ. വിദേശത്ത് പോകുമ്പോൾ തന്നെ പ്രശംസിക്കാൻ തുടങ്ങും അവിടെ എല്ലാം നല്ല വൃത്തിയുള്ള രാജ്യങ്ങളാണെന്ന്. അവിടെ വൃത്തിയാണ് സാർ വളരെ പ്രധാനം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് അവിടെ ജീവിക്കുന്നുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ എവിടെ വേണമെങ്കിലും എന്തും ഇടും. പക്ഷെ വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഡസ്റ്റ്ബിന് തപ്പി നടക്കും. ഈ വിദേശ രാജ്യങ്ങളിൽ ഈ കോംപ്ലിമെന്റ് കൊടുക്കുന്ന കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മുടെ ഓപ്പോസിറ്റ് ആരെങ്കിലും നടന്നു വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ വരില്ലേ, അവര് നമ്മളോട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും. അവരുടെ നെയിം പ്ലേറ്റിൽ റോസ് എന്ന് കാണും. അപ്പോൾ നമ്മൾ ഹായ് ഗുഡ് മോർണിംഗ് റോസ് എന്ന് പറയും. അത്രേ ഉള്ളൂ. അതേസമയം നമ്മുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന ലേഡിയെ നോക്കി നമ്മൾ ഷീല, പിന്നെ ആ സീനിലേക്ക് അയാളുടെ ഭാര്യയുടെ എൻട്രി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെയൊന്നും പിടിക്കില്ല, ആ ഷീലയെ പിടിക്കുള്ളൂ അല്ലേ? പിന്നെ നമ്മുടെ പഴയ ഹിസ്റ്ററി കംപ്ലീറ്റ് തപ്പിയെടുക്കും. മൊത്തം കുടുംബത്തെയും പറഞ്ഞു കളയും. നിങ്ങളുടെ മുത്തശ്ശൻ പോലും കാട്ടുകോഴിയാണെന്നും പറയാൻ മടിക്കില്ല. സത്യമല്ലേ? പിന്നൊരു കാര്യം, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് ഇഷ്ടമാണ്. താങ്കൾ വാങ്കൂവറിൽ പോയപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് ട്രാഫിക് വളരെ കൂടുതലാണ്. ബാംഗ്ലൂരിൽ ട്രാഫിക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ എത്രത്തോളം ഡിസിപ്ലിൻ ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് സത്യമാണ്. നമ്മുടെ നാട്ടിലെ പകുതി പേരും ഈ സിഗ്നലൊന്നും ശ്രദ്ധിക്കാറേയില്ല. ഒരിക്കൽ ഞാൻ വാൻകൂവറിൽ ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ട്രാഫിക് കൂടുതലാണ്. ട്രാഫിക് എത്രയാണെന്നോ? ഇതെന്റെ വണ്ടിയുടെ ബോണറ്റാന്ന് വെക്കാം, അടുത്ത കാർ ഇത് അപ്പുറത്താണുള്ളത്. ഞാൻ പറഞ്ഞു, എടാ ഇത് ഇത്രയും ദൂരമില്ലേ, വേണമെങ്കിൽ ഒരു ട്രെയിൻ അതിലൂടെ പാസ് ചെയ്ത് പോവാം. ട്രാഫിക് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിലാണ്. അവിടേക്ക് നല്ല നിയമങ്ങളുണ്ട് സാർ. നിങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി കാണും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പോകുന്ന കാറില്ലേ, അതിന്റെ ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതിന്റെ ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ശരിയല്ല. നിങ്ങൾ സ്പീഡ് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ടയറിന്റെ കാര്യമൊക്കെ പോട്ടെ, ചില സമയത്ത് മുന്നിൽ പോകുന്ന വണ്ടി പോലും ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചില സമയത്താണെങ്കിൽ താഴെ നിന്ന് ശബ്ദമൊക്കെ വരും. സാർ, എന്റെ മാരുതി നിങ്ങളുടെ ഫോർച്യൂണിന്റെ താഴെയാണുള്ളത്. പക്ഷെ അവിടെ അങ്ങനെയൊന്നും അല്ല സാർ. അവിടെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോ മുംബൈയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബോണറ്റും ഇങ്ങനെ ഫ്രഞ്ച് കിസ് ചെയ്യാൻ പോകുന്ന പോലെ പോവുക. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടിയും തിരിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ മുമ്പിൽ പോകുന്നവൻ തിരിക്കുമ്പോൾ നമ്മളും തിരിക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഇവിടെ പോപ്പുലേഷനും വളരെ കൂടുതലാണ്, വിചാരിക്കുന്നതിലും കൂടുതലാണ്. അതിരിക്കട്ടെ, അവിടെ എന്തോ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞെന്ന് കേട്ടു. എന്തായത് മിതവേഗം വളരെ നല്ലത്? സാർ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അതായത് അവിടെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഈ റൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു പോലീസുകാരന്റെ മകനുമാണ്, മാത്രമല്ല റൂൾസ് പാലിക്കുന്ന ഒരാളുമാണ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് 80 മൈൽസ് പെർ അവർ. അതായത് ആ സ്ഥലത്ത് ആ സ്പീഡിലാണ് പോകേണ്ടത്. നമ്മുടെ നാട്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ആളുകളാണ്, നമ്മുടെ ഗവൺമെന്റിനും അത് അറിയാം. ഇവരുടെ സൈക്കോളജിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത്രയും സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്ന്. അതിന്റെ കൂടെ ഒരു സ്ലോഗനും എഴുതിയിട്ടുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റും ഇന്നോവേറ്റീവുമാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആയിരിക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ടാവും 50 എന്ന്. കൂടെ ഒരു തത്വം എഴുതി വെച്ചിട്ടുണ്ടാവും. മിതമായ വേഗത്തിൽ വാഹനം ഓടിക്കുക, അമിതമായ വേഗം അപകടം ഉണ്ടാക്കുക. ഇതാണിവിടെ. ഒരു മിനിറ്റ്, നമ്മുടെ ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആളുകൾ ഇതുപോലെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തണം. മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി താങ്കൾ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ആക്സിഡന്റ് നടന്ന അതും ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അപ്പോ ഇവിടെ ഉള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യും? ഓഹോ, ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായല്ലേ? ഇപ്പോ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാണെന്ന് വെക്കാം. അപ്പൊ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ നിന്ന് വീഴുന്നു. അപ്പൊ ഒരുത്തൻ റോഡിന്റെ ആ ഭാഗത്തേക്ക് പോവും. എന്നിട്ട് അവനവന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് ആർ യു ഓക്കെ? 50 പേര് വരും. അതേ സ്ഥാനത്ത് ഒരു പയ്യനാണെങ്കിലോ, ഇവൻ വെള്ളം അടിച്ചിട്ടാ വണ്ടി ഓടിച്ചത്. അതെ, സത്യമാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
ഒരു ആൺകുട്ടി ബൈക്ക് ആക്സിഡന്റ് ആയി വീണ് കഴിഞ്ഞാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഒരു പെണ്ണാണെങ്കിൽ 50 പേര് അവിടെ ഓടിക്കൂടും. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടണോ? ഇവളൊന്നുമില്ലെങ്കിൽ സ്കൂട്ടിയിൽ നിന്നായിരിക്കും വീണത്. ഇത് ചോദിക്കാൻ വന്നവൻ സൈക്കിളിലായിരിക്കും വന്നത്. നമ്മുടെ അവസ്ഥ നോക്കണേ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് സത്യം. താങ്കളുടെ മൊത്തം സംഭാഷണവും ഞാൻ കേട്ടിരുന്നു. അതായത് വേറെ വേറെ രാജ്യങ്ങളിൽ താങ്കൾ സംസാരിച്ചു. അതെ, സർ. യൂറോപ്പിൽ താങ്കൾ വെള്ളക്കാരന് മാമ്പഴം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു കേട്ടു. സാർ, അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരെ പഠിക്കണം. അവരുടെ നാട്ടിലുള്ള നല്ല കാര്യങ്ങൾ അത് നമ്മളും എടുക്കണം. അവരെ ഇന്ത്യക്കാരിൽ നിന്നാണ് എങ്ങനെയാണ് മാമ്പഴം കഴിക്കേണ്ടതെന്ന് പഠിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വെള്ളക്കാരൻ മാമ്പഴം കഴിക്കുകയായിരുന്നു. അതായത് കത്തിയും സ്പൂണും വെച്ച്. അതിൽ നിന്ന് വെറും 20% മാമ്പഴം നമുക്ക് കിട്ടും, ബാക്കിയെല്ലാം വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. പക്ഷെ ഇന്ത്യക്കാരൻ മാമ്പഴം കഴിക്കുന്നത് കാണണം. മാമ്പഴത്തിന്റെ ആ അണ്ടി പോലും, അതിന്റെ അണ്ടി പോലും വെറുതെ വിടില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഈ വെള്ളക്കാരൻ ടൈയും കോട്ടൊക്കെ ഇട്ട് വന്ന് ദിസ് ഈസ് വേ, ദിസ് ഈസ് നോട്ട് ഫ്രൂട്ട്സ്, യെസ് നൈസ്, ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഇമ്മ്യൂൺ, എന്നിട്ട് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കും. നമ്മുടെ ആളുകളോ, അവരങ്ങനെയൊന്നും കഴിക്കില്ല. ടൈയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഷർട്ട് തന്നെ ഊരിക്കളയും, ഒരു ബനിയനും ഇട്ട് അങ്ങിരിക്കും. ഇനിയിപ്പോൾ ഷർട്ട് ഉണ്ടെങ്കിൽ തന്നെ കൈയൊക്കെ അങ്ങ് മടക്കി വെച്ച് വലിയൊരു പാത്രം മുന്നിൽ അങ്ങ് വെക്കും. എന്നിട്ട് മാമ്പഴം 2 കൈകൊണ്ടും എടുത്ത് ആദ്യം ഇങ്ങനെ അങ്ങ് ഉരുട്ടും. അല്ലേ, മാമ്പഴത്തേത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷം അതിന്റെ തൊലി അങ്ങ് ഉരിച്ച് അതിനുശേഷം ഇങ്ങനെ അതിനെ അങ്ങ് ഞെക്കിപ്പിഴിഞ്ഞങ്ങ് എടുക്കും. അതായത് നമ്മുടെ ഇന്ത്യക്കാര് മാമ്പഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാമ്പഴത്തിന്റെ ഷേപ്പ് തന്നെ മാറിയിട്ടുണ്ടാവും. ഇവരത് കഴിച്ചതിന് ശേഷം അത് വെള്ളക്കാരെ കാണിച്ചിട്ട് ഇത് ഏത് ഫ്രൂട്ടാണെന്ന് പറയാൻ പറഞ്ഞാൽ ആ മാമ്പഴത്തിന്റെ ഷേപ്പ് ഒരു താടി പോലെ കാണും. അത് പറയാൻ പോലും പറ്റില്ല. ആ മാമ്പഴത്തിന്റെ ഹണ്ടിയില്ലേ, അതതിന്റെ മനസ്സുകൊണ്ട് പറയും, അടുത്ത ജന്മത്തിൽ ഞാനിങ്ങനെ മാങ്ങയായിട്ട് ജനിക്കരുത് എന്ന്. സത്യം പറഞ്ഞാൽ പഴം കഴിക്കണമെങ്കിൽ അത് നമ്മുടെ ആളുകൾ തന്നെയാണ്. നമ്മുടെ ആൾക്കാർ നന്നായിട്ട് മാമ്പഴം കഴിക്കാറുണ്ട്. പക്ഷെ താങ്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ മെൽബോൺ ഇല്ലെങ്കിൽ വാൻകൂവറിലേക്ക് അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോകുമ്പോൾ താങ്കൾ എന്താണ് കഴിക്കുന്നത്? സർ, ആക്ച്വലി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ മാറി. അതായത് ഇപ്പോൾ കാനഡയിൽ നോക്കുകയാണെങ്കിൽ വാൻകൂവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാബികൾ ഒരുപാട് പേരുണ്ട് അവിടെ. അതുപോലെ തന്നെ ഗുജറാത്തികളും ഉണ്ട്, മഹാരാഷ്ട്രക്കാർ ഒരുപാട് പേരുണ്ട്. ധാരാളം ഇന്ത്യൻ ഫുഡ് കിട്ടുകയും ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുകയും ഇല്ല. സൗത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് വളരെ കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു, പുറത്തുള്ള ആളുകൾ രാവിലെ വളരെ കുറച്ച് കഴിക്കും. അവരോട് എന്ത് ചോദിച്ചാലും ആൻസർ വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറും വളരെ ലൈറ്റ് ആയിരിക്കും. ഡിന്നർ കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് എഴുന്നേക്കും. താങ്ക്സ്. നമ്മുടെ ആളുകൾ ഡിന്നർ കഴിഞ്ഞാൽ അതായത് ഇത്രയും കഴിക്കും. അതിനൊക്കെ പുറമെ കുറെ മധുരവും കഴിക്കും. അതിനുശേഷം എഴുന്നേക്കാൻ പറ്റില്ല. അവിടെ കിടന്നങ്ങ് ഉരുണ്ട് മറയും. എന്നിട്ട് ബെൽറ്റ് പതിക്കൊന്ന് അഴിക്കാൻ നോക്കും. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ശീലം ഞാൻ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചൊരു ചായ കുടിച്ചാൽ എല്ലാം വയറ്റിനകത്ത് എത്തിക്കോളൂ എന്ന് പറയും. ഒരു ചായ കുടിച്ചാൽ എങ്ങനെ എല്ലാം കൂടെ വയറ്റിനകത്ത് എത്തുന്നത്? ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ ക്വിക്കായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓട്സ്, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഹോ മിസ്റ്റർ ജോൺ, ഹൗ ആർ യു? ഐ എം ഗുഡ് മാൻ, ഹൗ ആർ യു? നമ്മുടെ ആളുകളാണെങ്കിൽ ഇവിടെ വരെ പൊറോട്ട കഴിക്കും. അവരുടെ റിയാക്ഷനും വളരെ ലേറ്റ് ആയിരിക്കും, ബുദ്ധിയും സ്ലോ ആയിരിക്കും. ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചാൽ 2 മിനിറ്റ് നേരത്തേക്ക് അയാൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളോട് പറയും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളില്ലേ, അതായത് ഞാൻ വിദേശത്തൊക്കെ ഷോ ചെയ്യാൻ പോകുമ്പോൾ കൂടുതലും നമ്മുടെ ഇന്ത്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നേപ്പാൾസ് എന്നുള്ള ആളുകളുണ്ടാവും, ബംഗ്ലാദേശികളുണ്ടാവും, പാകിസ്ഥാനികളുണ്ടാവും, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. താങ്കൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്താം. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് മറ്റൊരു കാര്യവും പറയാറുണ്ട്. യൂറോപ്പിലൊക്കെ വിവാഹം എത്ര സിമ്പിളായിട്ട് ചീപ്പായിട്ട് നടക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞില്ലേ? സർ, സത്യം പറഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, 4 കാറുകളിലായിട്ട് ഇവർ വരും, പയ്യന്റെ വീട്ടുകാർ. 4 കാറുകളിലായിട്ട് പെണ്ണിന്റെ വീട്ടുകാരും. മൊത്തം 8 വണ്ടികൾ, അതിൽ 16 പേര്. ഇത് തന്നെ വളരെ കൂടുതലാണ്. പയ്യനും പെണ്ണും ബ്ലാക്ക് സ്യൂട്ടിൽ വരും. ദൂരത്തിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു കല്യാണമാണെന്ന് പോലും തോന്നില്ല. ഈ സ്മഗ്ലേഴ്സിന്റെ ഒക്കെ ഡീലിംഗ് നടക്കുന്ന പോലെ തോന്നും. അവിടെ ഒരു കല്യാണത്തിന് ബ്ലാക്ക് സ്യൂട്ടൊക്കെ ധരിച്ചാൽ വരിക. പിന്നെ 2 പേരും പരസ്പരം ബൊക്കകൾ കൈമാറും, പിന്നെ കിസ് ചെയ്യും, കല്യാണം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതേസമയം നമ്മുടെ കല്യാണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ആ പ്രദേശത്തെ മുഴുവൻ ടെൻഷനാക്കി കളയും. കല്യാണം ചെറുക്കൻ കുതിരപ്പുറത്ത് വരുന്നത് കാണണം, ശരിയല്ലേ? ഒരു അലക്സാണ്ടറായി മാറും. ഉള്ള തെരുവുകളിലെല്ലാം കറങ്ങിയിട്ട് വരും. ഈ കല്യാണ വീടും കല്യാണ മണ്ഡപവും തമ്മിൽ ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും.
ആ 3 കിലോമീറ്റർ ഇതിന്റെ പുറത്ത് കയറി നടന്നങ്ങ് പോവും. പോരാത്തതിന് ട്രാഫിക് ബ്ലോക്ക് വേറെ. ട്രാഫിക്കിലുള്ള ആളുകളാണെങ്കിൽ ഒന്നും പറയില്ല. അവരും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, കണ്ടില്ലേ, കല്യാണം കഴിക്കട്ടെ എന്നിട്ട് അനുഭവിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് കല്യാണത്തിനാണെങ്കിൽ ഒരു നാട് തന്നെ എത്ര ഇളകി പേരെ വരും. വിളിച്ചു? എങ്ങനെയാണെങ്കിലും ഒരു 1000 പേരെങ്കിലും വിളിച്ചു കാണില്ലേ? സാർ, ആക്ച്വലി ഞങ്ങളുടെ ലിസ്റ്റിൽ 300 പേരുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു 3000 പേര് ആ കല്യാണത്തിന് വന്നു സാർ. ഞാൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചതാ. അതെ അതെ, ഞാനും അറിഞ്ഞിരുന്നു ജനക്കൂട്ടം വന്ന സമയത്ത് വധൂവരന്മാരെ കാണാനില്ലെന്ന്. ഞങ്ങൾ എങ്ങനെയാണ് അപ്രത്യക്ഷമായതെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾ സ്റ്റേജിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് പബ്ലിക്കും ഉണ്ടായിരുന്നു. അതായത് സ്റ്റേജിലേക്ക് വരാൻ അവര് ഞങ്ങൾക്ക് ഒരു സ്ഥലം പോലും തന്നില്ല. നമ്മുടെ പ്രസിദ്ധനായ ഗായകൻ ഹൻസരാജ് ഹൻസി, എന്റെ കല്യാണം നടന്നതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു കല്യാണം നടന്നു. അദ്ദേഹം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. നമ്മുടെ നാട്ടിലെ വലിയൊരു പോപ്പുലർ സിംഗർ അല്ല അദ്ദേഹം മറ്റൊരു കല്യാണം നടക്കുന്നിടത്തേക്ക് ചെന്ന് അവിടെ കുടുങ്ങിപ്പോയി. പക്ഷേ അവിടെ എല്ലാവരും അദ്ദേഹത്തെ കണ്ടപ്പോൾ നല്ലൊരു വരവേൽപ്പ് അദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കപിൽ ശർമ്മയുടെ കല്യാണം നടക്കുന്നില്ലേ, അത് എവിടെ വെച്ചാണ്? ഓ, അതാണോ? അത് ഇതേ ആ ഭാഗത്താണ്. നിങ്ങളപ്പോൾ ഏത് കല്യാണത്തിനാണ് വന്നത്? അല്ല, അത്രയും ജനക്കൂട്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഞാനും എൻ്റെ ഭാര്യ അവിടുന്ന് എസ്കേപ്പ് ആവുമായിരുന്നു. പിന്നെ മുഹൂർത്തത്തിന്റെ സമയത്താണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ അവരുടെ സ്നേഹം കാണിക്കുകയാണ്. ഓക്കെ, സ്നേഹം തരും, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പോവും. ചിലരാണെങ്കിൽ വന്ന് കാലിലും വീഴും. ഞാൻ അങ്ങനെയുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾ പാമ്പിനെ പിടിക്കുന്നില്ല, കല്യാണം കഴിക്കുക, മുഹൂർത്തം കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. എന്ത് പറയാനാ? താങ്കളെ ഇഷ്ടപ്പെടുന്ന നിറയെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. നിങ്ങളെ കുറിച്ച് നിറയെ പേർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോക്ക്ഡൌൺ സമയത്താണ് നിങ്ങളുടെ 2 മക്കൾ ജനിച്ചതെന്ന്. സർ, നിങ്ങൾ എന്താ പറയുന്നത്? ഇത് സത്യമാണോ? അവര് ലോക്ക്ഡൌണിലാണ് ജനിച്ചത്? അല്ല, അവര് പറഞ്ഞു വരുന്നത് കോവിഡ് കാരണം ലോക്ക്ഡൌൺ വന്നില്ലേ. Sir. താങ്കളെ 2 കുട്ടികളും ജനിച്ചത് അപ്പോഴല്ലേ? താങ്കൾ ഫ്രീ ആയിരുന്നെന്നും ചോദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ആർക്കും പുറത്തു പോകാൻ പറ്റില്ലായിരുന്നല്ലോ. എല്ലാവരും വീടിനകത്തായിരുന്നു. അതായത് ഉള്ളിൻ്റെ ഉള്ളില്. അതായത് നോക്കൂ, ഇതെല്ലാം മുകളിലുള്ളവന്റെ ഓരോ പണികളാണ്. പിന്നെ ഓരോരുത്തരും കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കണം. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഓക്കെ, എല്ലാം നല്ലതിനാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് 2 പിള്ളേരുണ്ട്. 2 പേര്. 3 വർഷത്തിനുള്ളിൽ 2 പിള്ളേരുണ്ടായി. അതായത് കോവിഡിന്റെ സമയമായിരുന്നു അപ്പോൾ. അതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. പക്ഷേ ഇതും സത്യമാണ്. കോവിഡിന്റെ സമയത്താണ് എനിക്ക് 2 കുട്ടികളുണ്ടായത്. ആദ്യത്തെ ലോക്ക്ഡൌണിൽ എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി. രണ്ടാമത്തേതിൽ എനിക്കൊരു ആൺകുഞ്ഞും. അപ്പൊ കേട്ടൊരു വാർത്ത എന്തായിരുന്നു അറിയാമോ? 3ാമതും ലോക്ക്ഡൌൺ വരുന്നുവല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിർത്തിവെച്ച ഷോ എത്രയും പെട്ടെന്ന് തുടങ്ങി ചെല്ലുന്നു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണം? സാർ, ഞാൻ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ കുറച്ച് വീക്കാണോ? അതിനാലാണോ നിങ്ങളുടെ 2 മക്കളെയും കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിച്ചത്? അവരെങ്കിലും ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കട്ടെ എന്ന് വെച്ച്. Who told you I'm weak in English, baby? We can talk in English. I can continuously speak for 2.5 minutes. ശരിയാണ്, ആദ്യമൊക്കെ എൻ്റെ ഇംഗ്ലീഷ് വളരെ വീക്കായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ. അതെ, ഒബ്വിയസ്ലി കുട്ടികളാണ് കാരണം. എപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിലുള്ള ജനറേഷൻ നോക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രായത്തിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾ നോക്കുകയാണെങ്കിൽ അവർ തുടങ്ങുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും അവരെ നമ്മളെക്കാൾ ഒരുപാട് ബെറ്റർ ആയിരിക്കും. കപിൽ, ആക്ച്വലി താങ്കൾ എല്ലാവരെയും കളിയാക്കാറുണ്ട്. പക്ഷെ ട്വിറ്ററിൽ താങ്കളെയും പലരും കളിയാക്കാറുണ്ടല്ലോ ഒരുപാട്. ഈ ഫോട്ടോ ഞാൻ പറഞ്ഞതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഇതിൽ നിങ്ങൾ 3 പേരിരിക്കുന്നു. സർ, ഇതിനെക്കുറിച്ച് ഒരാൾ കമന്റ് എഴുതിയിരിക്കുന്നത് 3 പേർക്കും ടോയ്ലറ്റ് വന്ന് കാണും, പക്ഷെ 3 പേർക്കും ടോയ്ലറ്റ് സ്ഥലം കാണില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് ഈ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇദ്ദേഹം സിംഗറാണ്. ഇത് ജസ്വീർ ജസ്ജിയാണ്. ഇത് മുകേഷ് ചൗഡയാണ്, കാസ്റ്റിംഗ് ഡയറക്ടർ. അവിടെ പുറത്ത് നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നത്. അവിടെ നല്ല തണുപ്പായിരുന്നു. ആക്ച്വലി ഞങ്ങളാണ് ഇത് തുടങ്ങിയത്. അതായത് ഞങ്ങൾ ഷോയിൽ ഫോട്ടോകളുടെ താഴെ ഇതുപോലെ ഫണ്ണി കമന്റ്സ് ഒക്കെ ഇടും. ഇതും ഒരു നല്ല കാര്യമല്ലേ. മുൻപൊക്കെ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ വഴക്കിടുകയായിരുന്നു. ഞങ്ങളൊരു പുതിയ ട്രെൻഡ് അങ്ങ് കൊണ്ടുവന്നു. അതായത് ഫണ്ണി കമന്റ്സ് ഇടുക. ഇപ്പോൾ ആളുകൾ ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ ഇടുന്നുണ്ട്. നല്ലതാണ് സാർ, നല്ല കാര്യമാണ്. നമ്മൾ ആളുകൾക്ക് നല്ല വഴി കാണിക്കണം. പക്ഷേ മറ്റൊരു ഫോട്ടോയും കൂടിയുണ്ട്. ഇത് താങ്കൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. യാ, ഐ ഹാവ് സം ഇന്റർനാഷണൽ ഫാൻസ് ഓൾസോ. ഇത് കണ്ടിട്ട് ജനങ്ങൾ ചോദിക്കുന്നത് ഈ ഫോട്ടോ എടുക്കാൻ എത്ര രൂപ കൊടുത്തെന്ന്. അതായത് മറ്റു രാജ്യങ്ങളിലെ ഫാൻസിന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഞാൻ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പോയ സമയത്ത് ഒരുപാട് പേര് ഞങ്ങളുടെ സിനിമ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളത് കണ്ടുപിടിച്ചു.
ദ സെയിം ഗൈ ഹൂ പ്ലേ ദ മെയിൻ ക്യാരക്ടർ ഇൻ സുഗാറ്റോ. അപ്പൊ തന്നെ ഞാൻ അവരോട് യാ, ഉടനെ അവരൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. എന്തിനാ ഞാൻ തന്നെ എടുത്തു തരാമെന്നും പറഞ്ഞു. അങ്ങനെ അവരെന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ഞാനാണെങ്കിൽ 4 ഫോട്ടോയും എടുത്തു. അപ്പൊ തന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അസൂയക്കാർ പറഞ്ഞു ഞാനത് കാശ് കൊടുത്ത് ചെയ്താണെന്ന്. ഞാനതിന് കാശ് കൊടുക്കണം? ഫോറിനേഴ്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ കാശ് കൊടുക്കണമെന്നോ? ഇതിലൊരാൾ എഴുതിയിരിക്കുന്നു കപിൽ ശർമ്മ നന്നായി കുടുങ്ങിയെന്ന്. എന്താ? മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന നൂറ ഫത്തെ ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. പിന്നാടി പോയി, പക്ഷേ ചെയ്ത കാര്യം ക്യാമറയിൽ കുടുങ്ങി. സാർ, ഞാനാണത് റീ റിലീസ് ചെയ്തത്. എൻ്റെ ഒരു പാട്ടിപ്പോ വന്നിരുന്നോ കുറച്ച് ദിവസം മുൻപ്? നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? അല്ലല്ല സാർ, അതിനുവേണ്ടി റീൽ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നൂറ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിൽ സ്വയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് കുറച്ച് മാറി നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. അതായത് കണ്ണാടിക്കുള്ളിലൂടെ ഇങ്ങനെ നുഴഞ്ഞു കയറി നോക്കിക്കൊണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ടാലന്റഡ് കുട്ടിയായിരുന്നു. ആക്ച്വലി നല്ല ടാലന്റഡ് ആണ്. दो नैन तेरे दो नैन मेरे मिल मिल के हो गए चार मैनू की पता सी प्यार तेरा नहीं प्यार सी यो वपार प्यार दी उमर विच रू अपनी मैं कर सवा बैठा नैना दे आखे लग लग के मैं नैन रवा बैठा. ഇതെന്റെ പാട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാടിയതാണ്. വരികള് ഗുരുവാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണത്. കപിൽ, ഞാൻ താങ്കളെ പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് സാറിനൊരു കാര്യം അറിയോ സാർ? ഈ ഷോയിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ലേ, അതിൽ സാറിനും ഒരു വലിയ പങ്കുണ്ട്. അതായത് ഈ നീതി കോടതിയിൽ 30 വർഷമായിട്ട് ഈ ഷോ നടക്കുന്നുണ്ട്. ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഷോയുമാണ്. അതൊരു വലിയ കാര്യമാണ്. രജത് സാറിനെ കണ്ട് ഞാനൊരു കാര്യം പഠിച്ചു. ഇദ്ദേഹം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കും. മുന്നിലിരിക്കുന്ന ആൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ചിരിയും വരും, അതിനിടയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കും. ഇത് ഞാൻ സാറിൽ നിന്നും ഇൻസ്പയർഡ് ആയതാണ്. എന്റെ ഷോയിൽ വരുന്ന ആളുകളോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് ചിരിച്ച് സന്തോഷിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അതിൽ സാറിന്റെ പങ്ക് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച്. ആപ്തി അദാലത്തിൽ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം കപിൽ ശർമ്മയുടെ വിചാരണ തുടരുന്നതായിരിക്കും. ഇപ്പോഴൊരു ബ്രേക്ക്. അല്ല, താങ്കൾക്ക് ശീലമായി അല്ലേ? മമ്മിയെയും കളിയാക്കാറുണ്ട്, അതുപോലെ ഗിന്നിയെയും കളിയാക്കാറുണ്ട്, അർച്ചന പൂരൻ സിംഗിനെയും വെറുതെ വിടാറില്ലെന്ന്. അർച്ചന പൂരൻ സിംഗിന് പൈസയെങ്കിലും കിട്ടുന്നുണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ പൈസ പോലും കിട്ടുന്നില്ല. तेरे बिना जिंदगी भी लेकिन जिंदगी तो नहीं जिंदगी नहीं जिंदगी नहीं जिंदगी नहीं. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യശരങ്ങൾ എയ്യുന്നു കപിൽ ശർമ്മയ്ക്കെതിരായി. നിങ്ങളുടെ കോടതിയിലെ അടുത്ത പരാതി. ആപ്കി അദാലത്തിൽ കോമഡി കിങ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ലേറ്റ് ആകുന്നതിൽ പ്രസിദ്ധനാണ്. കപിൽ, ഒരു കാലത്ത് വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അതായത് വലിയ വലിയ സ്റ്റാർസ് എല്ലാം സെറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അനിൽ കപൂർ, അജയ് ദേവ്ഖാൻ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ. പക്ഷേ കപിൽ അവിടെ കാണില്ലെന്ന്. ഇത് ഞാൻ ആ ഫേസിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്കിങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതായത് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അപ്പോൾ ശരിയല്ലെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഒട്ടും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. വണ്ടി അപ്പോൾ ഓടിക്കരുത്. എന്റെ ജോലി എന്താണ്? ആളുകളെ ചിരിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ സന്തോഷം ഇല്ലെങ്കിലോ യുനോ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാളെ ചിരിപ്പിക്കാൻ പറ്റും? പക്ഷെ നല്ല പ്രഷർ ഉണ്ടാവും. ചെല്ല് ഇതാണ് നിങ്ങളുടെ ജോലി, നിങ്ങളിത് ചെയ്തേ മതിയാവൂ. അപ്പോ ഞാനെന്താ ചിന്തിച്ചെന്ന് വെച്ചാൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിനോട് വേണ്ടെന്നാ പറയുന്നത്. പക്ഷെ നല്ല പ്രഷറുണ്ട്, ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോ 4 റൗണ്ട് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല സാർ. ഒരുപാട് തവണ ഷൂട്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഒരു വിധത്തില് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. അതായത് അന്ന് ഷാറൂഖ് ഖാൻ ആയിരുന്നു വരേണ്ടത്, ആ ഷോ ക്യാൻസൽ ആയപ്പോൾ. അതുപോലെ അജയ് ദേവ്ഗൺ സാറിന്റെ ഷോ ക്യാൻസൽ ആയ സമയത്ത് അവരെന്റെ അവസ്ഥ മനസ്സിലാക്കി എന്റെ കൂടെ നിന്നു. ഒരു കലാകാരന്റെ മാനസികാവസ്ഥ നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് ക്യാൻസലായ ഉടനെ ഷാറൂഖ് ഖാനെ അടുത്ത ആഴ്ച തന്നെ ഞാനപ്പോ വേറെ ഏതോ ഷൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ ഞാൻ വീടിന്റെ പുറത്തേക്ക് വന്നു. ചിലപ്പോഴൊക്കെ വരും, എന്നിട്ട് ഷൂട്ട് ചെയ്യും. ഷാറൂഖ് ഖാൻ ഒരു ദിവസം രാത്രി കയറി വന്നു. അദ്ദേഹത്തിന് ഫിലിം സിറ്റിയിലെ സെറ്റിൽ ഷൂട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നെ കാറിലേക്ക് വിളിച്ചു, അവിടെ ഇരുത്തി. 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. നല്ല സ്നേഹത്തോടു കൂടി സംസാരിച്ച്
എന്നെ മനസ്സിലാക്കി തന്നു. പിന്നെ യുനോ അദ്ദേഹം പറഞ്ഞു, നിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പക്ഷെ അതെന്റെ കൺട്രോളിലായിരുന്നില്ല സാർ. അപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതാണ്. എന്റെ കണ്ണിലേക്ക് ഒരു സൂര്യപ്രകാശം വന്നു, എവിടുന്നാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആരോടും സംസാരിക്കാനും തോന്നില്ല. 100,000 പേരുടെ മുന്നിലാണെങ്കിൽ പോലും ഞാൻ ഈസി ആയിട്ട് സംസാരിക്കും. പക്ഷെ ആ സമയത്ത് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 4 പേരുടെ മുന്നിൽ പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് ഈ ഡിപ്രഷൻ എന്ന വാക്ക് പോലും നമ്മളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാനൊരു ചെറിയ ടൗണിൽ നിന്ന് വരുന്ന ആളാ, ഇങ്ങനെയുള്ള പേരൊന്നും കേട്ടിട്ടുമില്ല. അല്ലേ? വയറുവേദന, തലവേദന എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് അക്ഷയ് സാർ ഒരു ദിവസം അദ്ദേഹത്തിന് സ്റ്റാറിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ പോകാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു സൗഹൃദം. അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് വിളിച്ചു, വന്ന് കാണാൻ പറഞ്ഞു. നല്ല സ്നേഹത്തോടു കൂടി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ തിരിച്ചു വരാൻ കാരണം ഈ സ്നേഹമൊക്കെ തന്നെയാണ്. ഒരു പ്രാവശ്യം താങ്കൾ തന്നെ പറഞ്ഞിരുന്നില്ലേ, താങ്കൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ വരലക്ഷ്മി നോയമ്പ് തന്നെ ലേറ്റാവുമെന്ന്? അല്ല സാർ, ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു, അതിന്റെ മുൻപും അങ്ങനെ തന്നെയായിരുന്നു. ഇതെപ്പോഴും നടക്കുന്നതല്ലേ സാർ, ആദ്യത്തെ 1-2 പ്രാവശ്യം കൃത്യമായിട്ട് പോകും, പിന്നീട് ലേറ്റ് ആക്കാൻ തുടങ്ങും. ആക്ച്വലി ഇത് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണത്തിന് പോകുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴോ എങ്ങനെയെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് ഒരു ചെയറിലിരിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളും ആ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, ശരിയല്ലേ? പക്ഷെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഭാര്യ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്നുണ്ടാവും, ഭർത്താവാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു 10 വർഷം പോവും. ഭാര്യ ആദ്യത്തെ ലൈനിലായിരിക്കും, ഭർത്താവാണെങ്കിൽ ബാൽക്കണിയിലും. അതായത് ഈ കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്യാപ്പും കൂടിക്കൊണ്ടിരിക്കും. ജീവിതത്തിന്റെ സൗന്ദര്യവും ഇതൊക്കെ തന്നെയാണ് സാർ. അതങ്ങനെ സംഭവിച്ചു പോയി. ഇല്ല, താങ്കളുടെ ഒബ്സർവേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരാൾ തുമ്മിയാൽ പോലും താങ്കൾ വെറുതെ വിടില്ലല്ലോ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. തുമ്മൽ വെച്ച് അടിപൊളിയായിട്ട് ഒരു എപ്പിസോഡ് തന്നെ താങ്കൾ ചെയ്തില്ലേ സാർ? അതാണോ? അത് സാധാരണ ഒരാളുടെ തുമ്മലല്ലേ? അതെ, അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായി പഠിച്ച സോഫിസ്റ്റിക്കേറ്റഡ് ആയി കോട്ടൊക്കെ ധരിച്ചവര് അവരുടെ സ്റ്റൈല് തന്നെ വേറെയാണ്. അവരെ അടുത്തിരുന്ന് തുമ്മുകയാണെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് പോലും അവർ തുമ്മുകയാണെന്ന് അറിയാൻ പറ്റില്ല. എന്നിട്ടൊരു സോറിയും പറയും. പക്ഷെ നമ്മുടെ ആളുകളാണെങ്കിലോ ആദ്യം അടുത്തുള്ള ആളുകളേക്ക് അങ്ങ് തള്ളി മാറ്റും. എന്നിട്ടൊരു 1-1.5 തുമ്മലായിരിക്കും. ചിലപ്പോൾ അകത്തുള്ള കുടല് പോലും പുറത്തേക്ക് വന്നു എന്ന് തോന്നും. അങ്ങനെയാണ്. നമ്മുടെ സുഹൃത്ത് മുതിർന്ന ചേട്ടൻ ജെസി ചേട്ടൻ, സാറിനും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ജസ്വീർ ജെസി. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം പോയ വീട്ടിലുള്ളവർക്ക് കുരുവിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ വീട്ടിലൊരു കുരുവിയുണ്ട്, അത് ദേ ഇവിടെ വന്നങ്ങിരിക്കും. പിന്നെ അത് സ്നേഹത്തോടെ നമ്മുടെ ദേഹത്ത് വന്ന് കാഷ്ടിക്കും. ഇദ്ദേഹം അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതാണല്ലേ? 6 മാസമായിട്ട് വളർത്തുന്നതാണ്, എന്നോട് നല്ല സ്നേഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജെസി ചേട്ടന് തുമ്മൽ വന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഹെവി ആയിട്ട് തന്നെ തുമ്മാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആ കുരുവി എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. അതൊരു സൈബീരിയൻ കിളിയായിരുന്നു. അത് വഴിമാറി യുഗാണ്ടയിലേക്ക് പോയി. ഇതുപോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നേ. താങ്കൾ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാറുണ്ടല്ലേ? ഒരാൾ ശ്വാസം വിട്ടാൽ അതുപോലും ഒബ്സർവ് ചെയ്യുന്നു. അതെ സാർ, എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അവിടെ ഇരിക്കുന്ന ഒരാളെ കണ്ടില്ല, നല്ല താടിയൊക്കെ ആയിട്ട്. അദ്ദേഹത്തിന്റെ വിരലുകൾ കൊണ്ട് അത് തടവുന്നേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഫിംഗറുകൾ കൊണ്ട് തടവുന്നു. നിങ്ങളുടെ ആ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സത്യമായിട്ടും ഒരു കൊള്ളക്കാരന്റെ വേഷം കെട്ട് തോക്ക് വെച്ചെന്നാ ഒരു ബാഗ് തന്നെ കൊള്ളയടിക്കാം. നിങ്ങൾ ആർക്കാണ് ചോദ്യം ചോദിക്കാനുള്ളത്? സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിറയെ ഈവന്റ് ഷോയ്ക്കെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ശരി. അപ്പൊ ഇന്നേക്ക് എന്താ കൂട്ടിയിട്ട് വരാത്തെ? മമ്മി ആക്ച്വലി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയമാണിത്, സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട്. മമ്മി എപ്പോഴും എന്റെ ഫിലിം ഷൂട്ട് ലൊക്കേഷനിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഗുണവും ഉണ്ട്. എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്റെ മുന്നിലുള്ളപ്പോ, അതായത് ഞാൻ എപ്പോഴും എന്റെ വായിന്ന് അങ്ങനെ മോശം വാക്കുകളൊന്നും വരില്ല. അതായത് നമ്മുടെ ഷോസ് ഫാമിലിയും കാണുന്നുണ്ടല്ലോ. അതായത് എന്റെ അമ്മ മുന്നിലുള്ളപ്പോൾ എനിക്കതൊരു ഫിൽട്ടർ പോലെയാണ്, ഒരു ഓൺലൈൻ എഡിറ്റിംഗ് പോലെ. ഇപ്പോ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കയ്യിൽ മൈക്ക് പിടിച്ചുകൊണ്ട് അധികമായിട്ട് കോമഡി ചെയ്തത് താങ്കളാണ്, ഈ ലോകത്ത് തന്നെ കൂടുതൽ. താങ്കളുടെ ഈ ശീലം അത് അമ്മയുടെ അടുത്ത് നിന്നാണോ താങ്കൾക്ക് കിട്ടിയത്? കാരണം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കളുടെ അമ്മയുടെ അടുത്ത് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടാറില്ല. അതെ, അത് അങ്ങനെ തന്നെയാണ്. ന്യൂയോർക്കിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജെസി ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു. എനിക്കറിയാലോ എന്റെ അമ്മ ആരെ പോലെയാണെന്ന്. അല്ല, ഞാനാണ് അമ്മയെ പോലെ. അമ്മയാണെങ്കിൽ മൈക്ക് തരുന്നേ ഇല്ല. അമ്മ അങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്.
എല്ലാവരും. ഒരു ചെറിയ പെൺകുട്ടിയില്ലേ, അതെ സാർ. അവളും താങ്കളുടെ പാട്ട് പാടാറില്ലേ? അതെ സാർ, അവൾക്കും പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അടുത്ത് ആ വീഡിയോ ഉണ്ട്, പ്ലേ. അതെയോ? അവൾക്കത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. അവള് മേനാദി അക്ലേ ലഗ് ലഗിൽ എന്നാ പറഞ്ഞേ. അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ് സാർ. ഇപ്പോ 3 വയസ്സാവുന്നു. അപ്പോ അമ്മയുടെ പക്കലും ഉണ്ട്, കപിലിന്റെ അടുത്തും ഉണ്ട്, മകളുടെ അടുത്തും ഉണ്ട്. അതെ സാർ. അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ കുടുംബത്തിൽ മൊത്തത്തിൽ? അതെ സാർ, ശരിയാണ്. ജീനിലതുണ്ട് സാർ. എന്റെ അച്ഛനും ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് പോലീസ് ജോലിയായിരുന്നു പ്രധാനം. അദ്ദേഹം അങ്ങനെ ജോലി ചെയ്തു. പക്ഷേ എന്നാലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ ഒന്ന് ചെറുതായിട്ട് മുഖം കാണിക്കണമെന്നും അതുപോലെ പാട്ട് പാടണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും സാർ, ഇതൊരു തരം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് സാർ. അതായത് എല്ലാവരും കലാകാരന്മാരാണ്. താങ്കളുടെ മമ്മിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ട് പാടി മുകളിലുള്ള വീട്ടിൽ പോയി ഫീസ് വാങ്ങിച്ചത്. ഏയ് അല്ല. എന്റെ അമ്മയ്ക്ക് ഫോക്ക് നന്നായിട്ട് വരും. അതായത് പഞ്ചാബി പാട്ട്, ഈ ലേഡീസ് സംഗീതമൊക്കെ പാടില്ലേ ഈ കല്യാണത്തിനൊക്കെ. മമ്മിക്ക് ഒരുപാട് ഫോക്ക് സോങ്സ് ഒക്കെ അറിയാം. ഒരു ദിവസം അമ്മ വീട്ടിലുണ്ടായിരുന്നപ്പോ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിൽ ഒരു താമസക്കാരുണ്ടായിരുന്നു. മമ്മി അവിടെ പോയി സംസാരിച്ച് പാട്ടൊക്കെ പാടി തിരിച്ചു വന്നു. അവരെന്റെ അമ്മയെ അവരുടെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരുന്നത്. അതായത് ഇപ്പോ ഈ പഞ്ചാബികൾക്കൊരു ശീലമുണ്ട്. അതായത് ഒരു 10,000 രൂപ അമ്മയ്ക്ക് കൊടുത്ത് അമ്മയെ ആശീർവദിച്ചു. അമ്മ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയി പാടി മോനെ. അവരെനിക്ക് പേയ്മെന്റും തന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അവര് സ്നേഹം തന്നല്ലേന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അല്ല പേയ്മെന്റ് തന്നത്. താങ്കൾക്ക് ഇങ്ങനെ അങ്ങ് ശീലമായോ? താങ്കളുടെ മമ്മിയെയും കളിയാക്കുന്നു, അതുപോലെ ഇന്നിയെയും കളിയാക്കുന്നു, അർച്ചന പൂരൻ സിംഗിനെയും കളിയാക്കുന്നു. അർച്ചന പൂരൻ സിംഗിന് പൈസയെങ്കിലും കിട്ടുന്നുണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ പൈസ പോലും കിട്ടുന്നില്ല. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, നമ്മളെ നമുക്ക് തന്നെ കളിയാക്കാൻ പറ്റുമെങ്കിൽ വേറെ ആർക്കും കളിയാക്കാൻ പറ്റും സാർ. മറ്റുള്ളവരെ മാത്രം കളിയാക്കിയാൽ എങ്ങനെയാ സാർ? നമ്മൾ ജീവിക്കുന്നത് തന്നെ വളരെ കുറച്ച് വർഷങ്ങളാ. ഓ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണ്ടേ? അല്ലെങ്കിൽ ഈ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സങ്കടം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, പുറത്ത് ആളുകളുടെ മുഖത്ത് ചിരി എന്ന സാധനമേ ഇല്ല. ഇപ്പോ നമ്മുടെ ഒരു സിഗ്നലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആളുകളുടെ മുഖം ഇങ്ങനെ ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മുടെ മൂഡ് വല്ലാതെ അങ്ങ് സ്പോയിലാവും. ആ പച്ച ലൈറ്റ് ഒന്ന് തെളിഞ്ഞാൽ പോലും നമ്മൾ അവിടുന്ന് പോവില്ല. നമ്മൾ ഒച്ച വെച്ച് പറയണം, ഇതിൽ കൂടുതൽ ഇത് പച്ചയാവില്ല, വണ്ടി എടുക്കുന്നു പറയണം. എല്ലാവരും ടെൻഷനിലാണ്. അതുകൊണ്ട് എത്രത്തോളം ചിരിച്ച് സന്തോഷിക്കാൻ നമുക്ക് പറ്റുമോ അത് അത്രയും നല്ലതാണ്. കപിൽ, സത്യം പറയുകയാണെങ്കിൽ ആപ്കി അദാലത്ത് എന്നുള്ള ഈ ഷോ ഇത്രയും സമയം പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. അയ്യോ, ഷോ ഇത്ര ഇവിടെ കഴിഞ്ഞോ? വാവ്. ഇപ്പോഴൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി എന്ത് ജഡ്ജ്മെന്റ് ആണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് വിചാരണ നടന്നത് കപിൽ ശർമ്മയ്ക്കെതിരായിട്ടാണ്, കോമഡി കിങ്ങിനെതിരായി. അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ടേ ഉത്തരം നൽകി. അദ്ദേഹം ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു. അതെല്ലാം കേട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഷോയുടെ അവസാനമായി ഇന്ന് ഇതിന്റെ ജഡ്ജ്മെന്റ് പറയാനുള്ള സമയമായിരിക്കുകയാണ്. വളരെ വലിയ ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത്. താങ്ക് യു രജിത് സാർ. അതിലും ഇന്നത്തെ ഷോയിൽ കപിൽ ശർമ്മയായിരുന്നു. അദ്ദേഹം പറഞ്ഞതും ഓഡിയൻസ് പറഞ്ഞതും ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഷോയിൽ രജിത് സാർ ചോദിച്ച പല ചോദ്യങ്ങളും വളരെ കഠിനമായി പോയാലും നന്നായിട്ട് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞത്. അതിലും അദ്ദേഹം പറഞ്ഞ പല ഉത്തരങ്ങളും വീട്ടിലിരുന്ന് കാണുന്ന പല ആൾക്കാരെയും ചിരിപ്പിച്ചു കളയും. താങ്ക് യു. നിങ്ങൾ ഇത്രയും പോസിറ്റീവ് ആണല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യം റിയലൈസ് ചെയ്തിട്ടുണ്ടോ? എത്രയോ കുടുംബങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണെന്ന് നിങ്ങളുടെ കോമഡി കേൾക്കാൻ വേണ്ടി. ഇന്നത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, രജിത് സാറിനെ പോലെ ഒരു ഹോസ്റ്റ് ഉള്ള പ്രോഗ്രാം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഈ ലോകം മുഴുവൻ, ഈ ഭാരതത്തിലെ എല്ലാ സമൂഹങ്ങളും കുടുംബങ്ങളും എല്ലാവരും ചേർന്നിരുന്ന് നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേ ഷോയിലാണല്ലോ. അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യത്തിനും നിങ്ങൾ തക്കതായ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ ലോക്കാക്കുന്ന പോലെ പല ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചെങ്കിലും നിങ്ങളതിന് എല്ലാം നന്നായിട്ട് തന്നെ ഉത്തരവും പറഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ചെറിയ ശിക്ഷ തരണമെന്ന് എനിക്ക് ആശയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാൽ മതി. ഓ, താങ്ക് യു ജഡ്ജ് സർ. നല്ലൊരു ശിക്ഷ എനിക്ക് തന്നതിന്. പിന്നെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഞാൻ കിഷോർ സാറിൻ്റെ ഒരു വലിയ ഫാനാണ്. അതുപോലെ തന്നെ വലിയ വലിയ കലാകാരന്മാരുടെ എല്ലാം ഒരു ഫാനാണ് ഞാൻ. ഈ പാട്ട് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. എന്നോടുള്ള സ്നേഹം എനിക്കിവിടെ കാണാം. വീണ്ടും നിങ്ങളുടെ സ്നേഹം എനിക്കുണ്ടായിരിക്കണം.
അതുകൊണ്ട് ഈ ഗാനം നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ്. तेरे बिना जिंदगी से कोई शिकवा तो नहीं, शिकवा नहीं, शिकवा नहीं, शिकवा नहीं. तेरे बिना जिंदगी भी लेकिन जिंदगी तो नहीं, जिंदगी नहीं, जिंदगी नहीं, जिंदगी नहीं. നിങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് ഒന്നും അല്ലാതായി തീരുമായിരുന്നു. നിങ്ങളുടെ ഈ സ്നേഹത്തിന്. പിന്നെ നമ്മുടെ ബഹുമാന്യനായ വക്കീൽ സാറിനോട് എനിക്ക് ഒരേ ഒരു ചോദ്യമുണ്ട്. അങ്ങ് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിനെല്ലാം ഉത്തരങ്ങളും നൽകി. അതായത് ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ. നമ്മുടെ പ്രേക്ഷകരത് ആഗ്രഹിക്കുന്നുണ്ട്. രജത് സാറ് നമ്മുടെ ഷോയിൽ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സാർ, എനിക്കറിയാം സാറ് വളരെയധികം ബിസി ആയിരിക്കും എന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിരുന്നാലും സാറ് സമയം കണ്ടെത്തി വരണം. അത് തീർച്ചയായിട്ടും ശരിക്കും വരും. നന്നായിരിക്കും. ജനങ്ങളുടെ ഉത്തരവനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും വരും. ലവ് യു സാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ പ്രതീക്ഷയോട് കൂടി, താങ്ക് യു. ഇതേ ആത്മവിശ്വാസത്തോടു കൂടി കപിൽ ശർമ്മ ഇതേ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ജനങ്ങളുടെ മനസ്സും കീഴടക്കും. ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഷോ ഇതോടെ അവസാനിക്കുന്നു. അടുത്ത ഷോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയുമായി. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.